ഓക്കെ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ ഞാൻ തേർഡ് എക്സ്പെരിമെൻ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് പ്രിഫൈസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ ഒന്ന് ആദ്യം പറയുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ടേബിൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു ഡാറ്റ സെറ്റാണ്. ഈ ഡാറ്റ സെറ്റിനകത്ത് കുറച്ച് ഫീൽഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഫീൽഡ് നമ്പർ, സെക്കൻഡ് നെയിം, തേർഡ് അവേഴ്സ്, ഫോർത്ത് ഫീൽഡ് അറ്റൻഡൻസ്, അടുത്തത് അസൈൻമെൻറ്റ്, അടുത്ത രജിസ്ട്രേഷൻ, ദെൻ മാർക്സ്. ഇത്രയും ഫീൽഡാണുള്ളത്. ഇത് നമ്മുടെ സ്റ്റുഡൻറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്ന ഒരു ഡാറ്റ ഷീറ്റാണ്. സ്റ്റുഡൻറ്റ് എക്സാമിനേഷൻ. ഈ സ്റ്റുഡൻറ്റ് എക്സാം എന്ന് പറഞ്ഞ ഡാറ്റ ഷീറ്റാണ്. അപ്പോൾ ഈ ഡാറ്റ ഷീറ്റിൻ്റെ കുറച്ച് ഫീൽഡ്സാണ്, അല്ല ഫീച്ചേഴ്സും. അതിൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്, മാർക്സ് എന്നുള്ള ഫീൽഡാണ്, അതായത് കോളമാണ്. അപ്പോൾ ബാക്കി എല്ലാം നമ്മൾ ഇൻപുട്ട് ഫീച്ചേഴ്സാണ്. നമ്പർ, നെയിം, അവേഴ്സ്, അറ്റൻഡൻസ്, അസൈൻമെൻറ്റ്, രജിസ്റ്റർ നമ്പർ. ഇത്രയും നമ്മുടെ ഇൻപുട്ട് ഫീൽഡും മാർക്സ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഔട്ട്പുട്ട് ഫീൽഡുമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഡാറ്റ സെറ്റിൽ നമ്മൾ ഒരു റിഗ്രഷൻ ചെയ്യുകയാണ്. ആ റിഗ്രഷൻ ഈ മോഡലിൽ കൊടുക്കുമ്പോൾ ആ മോഡലിൽ പല രീതിയിലുള്ള പ്രഡിക്ഷൻസ് ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കൊടുക്കുന്ന ഒരു മോഡലിൽ ഒരു സിംഗിൾ ഫീൽഡ്, ഒരു സിംഗിൾ ഫീച്ചറിനെ മാത്രം കൺസിഡർ ചെയ്ത് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനകത്ത് അറ്റൻഡൻസ് എന്ന് പറയുന്ന ഫീച്ചർ മാത്രം എടുത്തിട്ട് ഇതിനെ ട്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ആ ട്രെയിൻ ചെയ്ത് കിട്ടുന്ന നമ്മുടെ റിഗ്രഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺസിഡർ ചെയ്യുന്ന ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് അല്ല, അറ്റൻഡൻസ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ അറ്റൻഡൻസ് കൺസിഡർ ചെയ്യുമ്പോൾ 8, 9, 7, 10 ഇത്രയും കണ്ടുവെക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്ന മാർക്ക് 58, 97, 79, 97. ഓക്കെ, അപ്പം അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ഒരുവിധം നല്ല മാർക്ക് കിട്ടുമെന്ന് ഈ മെഷീൻ ഐഡൻറ്റിഫൈ ചെയ്യും. അതൊരു കട്ട് ഓഫ് ഒരു 80 അങ്ങനെ വെച്ചിട്ട് ഒരു കട്ട് ഓഫ് എടുത്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എല്ലാവർക്കും. കാരണം അറ്റൻഡൻസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും സെയിം ആണ്, 8, 9, 7, 8, 9, 10 ഇങ്ങനെ എടുക്കുക. അപ്പോൾ അത്രയും മാർക്ക് അറ്റൻഡൻസ് ഉള്ളവർക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ചെറിയൊരു ഇൻക്ലിനേഷൻ ഉള്ള അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കാം കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഒരു മെഷീൻ ട്രെയിൻ ചെയ്ത് നമുക്ക് ഫൈനൽ ഔട്ട്പുട്ട് വൈ ക്യാപ്പ് എന്ന് പറയുന്നത് 80 മാർക്സിലാണ് സെറ്റ് ചെയ്ത് അറ്റൻഡൻസ് എന്ന് പറയുന്ന ഫീച്ചർ കൺസിഡർ ചെയ്തിട്ട് 80 മാർക്കിലാണ് ഇത് പ്രഡിക്റ്റ് ചെയ്ത് തരുന്നതെങ്കിൽ അതൊരു സ്ട്രെയിറ്റ് ലൈൻ വരും, ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ വരും. അപ്പോൾ ഇതൊരു റോങ് ആയിട്ടുള്ളൊരു പ്രഡിക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ അണ്ടർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. അണ്ടർ ഫിറ്റിംഗ്. ഇനി അടുത്ത് നമ്മൾ ഇതിനകത്തുള്ള ഫീച്ചേഴ്സ്, സ്റ്റഡി അവേഴ്സ്, അറ്റൻഡൻസ്, അസൈൻമെൻറ്റ്, ഈ 3 ഫീൽഡ് എടുക്കുകയാണ്. ഈ 3 ഫീൽഡും കൂടെ എടുത്തിട്ട്, ആക്ച്വലി ഈ 3 ഫീൽഡാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീൽഡ്സ്. ഈ 3 ഫീൽഡ്സ് എടുത്തിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ അപ്പം ആക്ച്വലി നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ ഗ്രാഫായിരിക്കും. കാരണം ഇത് നമ്മുടെ മാർക്കും ഇത് നമ്മുടെ ഫീച്ചേഴ്സുമാണ്, ഇൻപുട്ട് ഫീച്ചേഴ്സ് ഇവിടെയും, ഇത് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വൈ മാർക്കുമാണ്, മാർക്സ് ആണ് ഇവിടെ വരുന്നത്, മാർക്സ്. അപ്പോൾ കിട്ടുന്ന ലൈൻ ഒരു റിഗ്രഷൻ ലൈൻ തന്നെയായിരിക്കും. അത് നമ്മൾ ഇതുപോലിരിക്കുന്ന ഒരു ലൈനായിരിക്കും വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ ഗുഡ് ഫിറ്റിംഗ് എന്ന് പറയും. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, പാറ്റേൺ എന്താണോ അല്ലെങ്കിൽ അതിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണോ ആ ട്രെൻഡ് നോക്കി മെഷീൻ ഫിറ്റ് ചെയ്യണം, അതായത് ഔട്ട്പുട്ട് പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ഗുഡ് ഫിറ്റിംഗ് എന്ന് പറയും. ഗുഡ് ഫിറ്റിംഗ്. ഇനി ഇതിനകത്ത് സപ്പോസ് ഈ ഫീൽഡ്സ് ആണ് നമ്മൾ ഇതിനകത്ത് പറയുന്ന നമ്പർ, സീരിയൽ നമ്പർ,
നെയിം രജിസ്റ്റർ നമ്പർ, ഇതും ഇതിനകത്തുള്ള ഫീച്ചറാണ്. ഈ 3 ഫീച്ചറും എടുത്തുകൊണ്ട് ഈ മെഷീൻ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സീരിയൽ നമ്പറിന് ആണ്, അല്ല ഒരു റോൾ നമ്പർ ആണ്, then ഒരു നെയിം ആണ്, അടുത്ത് കിടക്കുന്നത് രജിസ്റ്റർ നമ്പറാണ്. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ മെഷീൻ ഇങ്ങനെ എടുത്തിട്ട് ഈ ഫീൽഡുകളാണ്, ഈ ഫീച്ചേഴ്സാണ് എടുത്ത് ട്രെയിൻ ചെയ്യുന്നതെങ്കിൽ ആ ട്രെയിനിങ്ങിൽ അത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സീക്വൻഷ്യലി ഇൻക്രിമെൻ്റ് ചെയ്ത് പോകുന്ന നമ്പർ, ഇതും ഒരു 4 ഡിജിറ്റ് നമ്പർ, ഇതൊരു ടെക്സ്റ്റ്. അത് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഒരു മാക്സിമം എറേഴ്സ് അല്ലെങ്കിൽ ഇത് എന്തോ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിട്ട് ഇതിങ്ങനെ ആയിരിക്കാം ഈ മാർക്ക് കിട്ടുന്നുള്ളൊരു ഐഡൻറ്റിഫിക്കേഷനിൽ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും. അത് വളരെ റോങ് ആയിട്ടുള്ളൊരു ഗ്രാഫാണ്. കാരണം ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. കാരണം അൺഫോർച്ചുനേറ്റ്ലി മെഷീൻ ഐഡൻറ്റിഫൈ ചെയ്ത ഫീച്ചേഴ്സ് ഇതായിപ്പോയി. ആ കിട്ടിയ ഫീൽഡ് വെച്ചിട്ട് അത് ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിൽ അതൊരു ഒരു കൺക്ലൂഷനിൽ എത്തും. ഇങ്ങനെയാണ് ഈ മാർക്ക് കിട്ടുന്നത്. അത് വെച്ചിട്ട് അത് പ്രഡിക്ഷൻ ചെയ്യും. പ്രഡിക്ഷൻ ചെയ്യുന്നത് വളരെ റോങ് ആയിട്ടുള്ളൊരു പ്രഡിക്ഷനാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത്. ഓവർ ഫിറ്റിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് വരുമ്പോഴാണ് ഇവർ, സിംഗിൾ ഫീച്ചേഴ്സ് വരുമ്പോൾ ഒരു അണ്ടർ ഫിറ്റിംഗ് ആയിരിക്കും വരുന്നത്. മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് വരുമ്പോൾ ഇതൊരു ഗുഡ് ഫിറ്റിംഗ് വരണമെങ്കിൽ അവിടെ നമ്മൾ ചെയ്യുന്ന മൾട്ടിപ്പിൾ, കാരണം ഇത് നമ്മളിത് വെച്ചിട്ട് മാർക്ക് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടാണ് കിട്ടുന്നത്. ആക്ച്വലി ഇതിൻ്റെ പിന്നിൽ ഈ മിഷൻ ട്രെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ പല ഷിഫ്റ്റുകളിലായിട്ട് നടത്തുകയാണെങ്കിൽ ആ നടത്തുന്ന പല ഒരു എക്സാമാണ്, പക്ഷെ നടത്തുന്ന പല ഷിഫ്റ്റുകളിലാണ്. ആ ഷിഫ്റ്റിൽ നടക്കുമ്പോൾ പല ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇപ്പോൾ ഒരു സെയിം ക്വസ്റ്റ്യൻ അല്ല എല്ലാ ഓരോ ഷിഫ്റ്റിലും കൊടുക്കുന്നത്. അപ്പം ഓരോ ഷിഫ്റ്റിലും ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുക്കുന്നത്. ബട്ട് ആക്ച്വലി വാല്യൂ ചെയ്യുന്നത് സെയിം മാർക്കിനാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ സെയിം മാർക്കിൽ വാല്യൂ ചെയ്യുമ്പോൾ സെയിം ആൻസറിന് ഒരേ പോയിന്റ് കൊടുക്കണമെങ്കിൽ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കണം. ബട്ട് ഡിഫറെൻറ്റ് ഷിഫ്റ്റിൽ നടക്കുമ്പോൾ അത് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യനുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യന് ഒരു നോർമലൈസ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാൻഡർഡൈസ് ചെയ്യും, അല്ലെങ്കിൽ റെഗുലറൈസ് ചെയ്യും. റെഗുലറൈസ് ചെയ്ത് എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ വെയിറ്റ് കൊടുത്തിട്ട് അതിനെ ഒരേ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ആ മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനെ നമ്മൾ പറയുന്നത് 5-fold ക്രോസ് വാലിഡേഷൻ എന്ന്. ഇതൊരു റെഗുലറൈസേഷൻ മെത്തേഡാണ്. ഇതൊരു റെഗുലറൈസേഷൻ. അപ്പോൾ ഈ റെഗുലറൈസേഷൻ ചെയ്യുമ്പോൾ നമ്മളൊരു റെഗുലറൈസേഷൻ പാരാമീറ്റർ ഇതിനകത്ത് വേണം. കാരണം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫീൽഡ്സാണ് വരുന്നത്. ആ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സാണ് വരുന്നത്. ആ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിനെ ഒരേ വെയിറ്റിലേക്ക് കൊണ്ടുവരണം. ആ വെയിറ്റിലേക്ക് കൊണ്ടുവരുന്നത് അതിനെയാണ് നമ്മൾ റെഗുലറൈസേഷൻ പാരാമീറ്റർ, അല്ലെങ്കിൽ അതിന് ഹൈപ്പർ പാരാമീറ്റർ എന്ന് പറയും. അപ്പോൾ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സിനകത്ത് വെച്ചിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോഴാണ്, സിംഗിൾ ഫീച്ചറിനാണെങ്കിൽ ഇത് വരുന്നില്ല. മൾട്ടിപ്പിൾ ഫീച്ചർ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അത് നമുക്കറിയാം. നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ്, നമ്മൾ ലീനിയർ റിഗ്രഷനിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് തീറ്റ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയായിരിക്കും. തീറ്റ കണ്ടുപിടിക്കുന്നത് എക്സ് ട്രാൻസ്പോസ് എക്സ് ഇൻവേഴ്സ് എക്സ് ട്രാൻസ്പോസ് വൈ. ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ തീറ്റ കണ്ടുപിടിക്കുന്നത്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് ആണ് തീറ്റ. ആ തീറ്റ കണ്ടുപിടിക്കുന്നത് റിഗ്രഷൻ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഇത് ലീനിയർ റിഗ്രഷൻ വിത്ത് സിംഗിൾ ഫീൽഡ് ആണെങ്കിൽ, സിംഗിൾ ഫീച്ചർ ആണെങ്കിൽ അതിനകത്ത് വെയിറ്റ് എന്ന് പറയുന്നത് റിഗ്രഷൻ വെയിറ്റ് എന്ന് പറയുന്നത് ഒറ്റ ഫീൽഡേ ഉള്ളൂ, ഒറ്റ വാല്യൂ വരുന്നുള്ളൂ. ബട്ട് ഇഫ് യു കൺസിഡർ മോർ ദാൻ ഫീച്ചേഴ്സ്,
as the input parameter. So the regression coefficient will be changed. ഓരോ ഫീച്ചേഴ്സിൻ്റെയും വെയിറ്റ് നമ്മൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ വെയിറ്റ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ 2 ഫീൽഡ് ഉണ്ടെങ്കിൽ നമ്മൾ ആ 2 ഫീൽഡും നമുക്കറിയാം പ്രഡിക്ഷൻ വൈ ക്യാപ് ഇസ് ഈക്വൽ ടു തീറ്റ എക്സ് എന്നാണ്. തീറ്റ എക്സ്. ഇഫ് തീറ്റ ഒരു സിംഗിൾ ഫീൽഡാണെങ്കിൽ തീറ്റ എക്സ്. അപ്പം മോർ ദാൻ ഫീൽഡാണെങ്കിൽ നമ്മളിങ്ങനെ തീറ്റ 1 എക്സ് പ്ലസ് തീറ്റ 2 എക്സ് പ്ലസ് എക്സെട്ര ഇങ്ങനെ ഓരോ ഫീൽഡ് നമ്മൾ എടുക്കും. അപ്പോൾ ഇതാണ് മോർ ദാൻ 1 ഫീൽഡ് വരുമ്പോൾ. അപ്പോൾ ഇതിനെ നമ്മളൊന്ന് റെഗുലറൈസ് ചെയ്യണം. റെഗുലറൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറൈസേഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കണം. അതിനാണ് നമ്മൾ ഹൈപ്പർ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മോർ ദാൻ 1 ഫീൽഡിൽ വരുമ്പം റിഗ്രഷൻ കോയിഫിഷ്യൻ്റ് നമ്മൾ ബീറ്റ എന്ന് പറയും. ആക്ച്വലി തീറ്റ നമ്മൾ തന്നെ എക്സ് ട്രാൻസ്പോസ്, എക്സ് ഈസ് എ ഇൻപുട്ട് ഫീച്ചർ, എക്സ് ട്രാൻസ്പോസ് ഓഫ് എക്സ്. ഇത് നമ്മൾ വെക്ടറൈസേഷൻ മെത്തേഡാണ്. എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എക്സ്. ഇനി നമ്മൾ ചെയ്യണ അതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നു. ദെൻ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ. വൈ ഈസ് ദ ഔട്ട്പുട്ട് ഫീച്ചർ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളൊരു പാരാമീറ്റർ നമ്മൾ ആഡ് ചെയ്യുന്നു. ഈ പാരാമീറ്ററിനെയാണ് ആൽഫ. ഈ പാരാമീറ്ററാണ് നമ്മൾ ഹൈപ്പർ പാരാമീറ്റർ അല്ലെങ്കിൽ റെഗുലറൈസേഷൻ പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാരാമീറ്റർ നമ്മൾ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ട് ആണ്. അപ്പോൾ ഇതെന്തിനാണ് റെഗുലറൈസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു മോർ ദാൻ 4 ഫീൽഡ് നമ്മൾ ക്വസ്റ്റ്യൻ പറയും പോലെ ഓരോ ക്വസ്റ്റ്യനും ഓരോ ഡിഫറെൻറ്റ് വെയിറ്റ് ആണ്. ആ വെയിറ്റിന് നമ്മൾ നോർമലൈസ് ചെയ്ത് കൊണ്ടുവരണം. അതുകൊണ്ട് നമ്മൾ റെഗുലറൈസ് ചെയ്ത് കൊണ്ടുവരണം. റെഗുലറൈസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാരാമീറ്റർ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. ആഡ് ചെയ്ത് ചെയ്യുമ്പോൾ ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ആ റിഗ്രഷൻ വെയിറ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന മെത്തേഡിൽ ഈ റിഗ്രഷനാണ് നമ്മൾ റെഡ്ജ് റിഗ്രഷൻ എന്ന് പറയുന്നത്. റെഡ്ജ് റിഗ്രഷൻ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ഫിറ്റിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവോയ്ഡ് ചെയ്യാനാണ് റെഡ്ജ് റിഗ്രഷൻ ചെയ്യുന്നത്. അതുപോലെ ഒരു റിഗ്രഷനാണ് ലാസോ എന്ന് പറയുന്ന റിഗ്രഷൻ. ഈ 2 റിഗ്രഷൻ വഴിയാണ് നമ്മൾ ഓവർ ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 അൽഗോരിതമാണ് നമ്മൾ ഈ ഇംപ്ലിമെൻറ്റേഷനാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഇതിനകത്ത് നമ്മുടെ ഈ 3rd എക്സ്പെരിമെൻറ്റിനകത്ത് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറഞ്ഞു. നമ്മൾ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5-ഫോൾഡ് ക്രോസ് വാലിഡേഷൻ മെത്തേഡ്. 5-ഫോൾഡ് ക്രോസ് വാലിഡേഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെക്നിക്ക് യൂസ്ഡ് ടു സെലക്ട് ദ ബെസ്റ്റ് വാല്യൂ ഓഫ് റെഗുലറൈസേഷൻ പാരാമീറ്റർ ആൽഫ. ഇപ്പോൾ 5-ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. 5-ഫോൾഡിൽ ഈ 5-നൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇനിഷ്യലി ആൽഫയെ സെറ്റ് ചെയ്യുന്നത് 5 ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കും. ആൽഫയ്ക്ക് കൊടുക്കുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 0.01, then 0.1, then 1, then 10, then 100. ആൽഫയ്ക്ക് ഇങ്ങനെ 5 ഡിഫറെൻറ്റ് വാല്യൂസ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യും. ദെൻ നമ്മുടെ ട്രെയിനിങ് ഡാറ്റാ സെറ്റിനെ 5 ഈക്വൽ ഫോൾഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഈ നമ്മുടെ ട്രെയിനിങ് ഡാറ്റാ സെറ്റിനെ 5 ഫോൾഡുകളായിട്ട് ഡിവൈഡ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഫോർ എക്സാമ്പിൾ 100 ഡാറ്റാ സെറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ 100 ഡാറ്റാ സെറ്റാണ് നമ്മുടെ ഈ ഇതിനകത്ത്
നമ്മുടെ ഈ ട്രെയിനിങ് ഡാറ്റ സെറ്റിന് ഉള്ളതെങ്കിൽ 100 ഡാറ്റ സെറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യും. 100 ഡിവൈഡഡ് ബൈ 5 ഇസ് ഈക്വൽ ടു 20. ഒരു ഫോൾഡിനകത്ത് 20 ഡാറ്റ ഉള്ള 5 ഫോൾഡായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം 100 ഡാറ്റ ഉണ്ടെങ്കിൽ ഫോൾഡ് 1 ഇരിക്കുന്ന ഡാറ്റ എന്ന് 1 to 20. അടുത്ത ഫോൾഡ് 2 ഇരിക്കുന്നത് 21 to 40. ദെൻ 3 ഇരിക്കുന്നത് 41 to 60. 4 ഇരിക്കുന്നത് 61 to 80. 5 ഇരിക്കുന്നത് 81 to 100. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആൽഫ ഇനിഷ്യലി ആൽഫ ഇസ് ഈക്വൽ ടു 0.01 0.1 1 10 100 ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഡാറ്റയെ ഇൻപുട്ട് ഡാറ്റയെ നമ്മൾ ഡാറ്റ ഞാൻ പറഞ്ഞു 100 ഡാറ്റയാണ് 5 ഫോൾഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി ഇത് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റിൽ ഒരു ആൽഫ സെലക്ട് ചെയ്യും. ആൽഫ ഇസ് ഈക്വൽ ടു 0.01 എന്നുള്ള വാല്യൂ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് നമ്മൾ 5 ഐറ്ററേഷൻ 5 ഫോൾഡാണുള്ളത്. 5 ഫോൾഡ്സ് ഉള്ളതുകൊണ്ട് ഈ ഡാറ്റ ട്രെയിൻ ചെയ്യാൻ നേരത്ത് 5 ഐറ്ററേഷൻ വേണം. അതിൽ 4 ഫോൾഡ് ട്രെയിൻ ചെയ്യും, ഒരു ഫോൾഡിനെ ടെസ്റ്റും ചെയ്യും, വാലിഡേറ്റും ചെയ്യും. അതാണ് ക്രോസ് വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പം ടോട്ടൽ ഉള്ള 5 ഫോൾഡ്സിൽ 4 ഫോൾഡ്സിനെ ട്രെയിൻ ചെയ്യും, ഒരു ഫോൾഡ് വാലിഡേറ്റും ചെയ്യും. അപ്പം ഐട്രേഷൻ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഐട്രേഷൻ ട്രെയിനിങ് ഫോൾഡ്സ് വാലിഡേഷൻ ഫോൾഡ് അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഐട്രേഷൻ 1 വാലിഡേഷൻ ഫോൾഡ് 1 ആക്കും. റാൻഡം ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരെണ്ണം വാലിഡേഷൻ ഫോൾഡ് സെലക്ട് ചെയ്യും. ബാക്കി 4 ഫോൾഡിന് 2 3 4 and 5 ടെസ്റ്റ് ചെയ്യും, ട്രെയിനിങ് ചെയ്യും. ടെസ്റ്റ് അല്ല, ട്രെയിൻ ചെയ്യും. 1നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അതിന് വാലിഡേറ്റ് ചെയ്യും. ഇനി സെക്കൻഡ് ഐട്രേഷൻ വരുമ്പോൾ സെയിം ആൽഫ തന്നെയാണ്. 2ന് ഇവിടെ വാലിഡേഷൻ കൊടുക്കും. 1 3 4 5 ട്രെയിൻ ചെയ്യും. അടുത്ത മൂന്നാമത്തെ ഐട്രേഷനിൽ 3യെ വാലിഡേറ്റ് ചെയ്യും. 1 2 4 5 ടെസ്റ്റ് ചെയ്യും. അടുത്ത നാലാമത്തെ ഐട്രേഷനിൽ 4ന് വാലിഡേറ്റ് ചെയ്യും. 1 2 3 5 ടെസ്റ്റ് ചെയ്യും. അടുത്ത അഞ്ചാമത്തെ ഐട്രേഷനിൽ ഇതിനെ വാലിഡേറ്റ് ചെയ്യും. 1 2 3 4 ട്രെയിൻ ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു ആൽഫ വെച്ചിട്ട് നമ്മൾ ഇതിനെ പല ഫോൾഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഫോൾഡിന് വെച്ചിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യും. മനസ്സിലായോ? ഓരോ വാലിഡേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു, ബീറ്റ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ബീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് എക്സ് പ്ലസ് ആൽഫ ഐ ഇൻറ്റു എക്സ് ട്രാൻസ്പോസ് വൈ. ഇതാണ് ഇക്വേഷൻ. ഈ ഇക്വേഷനിലാണ് നമ്മൾ ഇൻപുട്ട് പാരാമീറ്റേഴ്സ് എക്സും ഉണ്ട്, ആൽഫയും ഉണ്ട്, ഐ എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, ദെൻ എക്സ് ട്രാൻസ്പോസ് വൈയും ഉണ്ട്. അപ്പം ഇങ്ങനെ വെച്ച് ട്രെയിൻ ചെയ്യുന്നു. ട്രെയിൻ ചെയ്യുമ്പോൾ ഒരു ബീറ്റ കിട്ടും. മനസ്സിലായല്ലോ? ഈ ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം വൈ ക്യാപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ. വൈ ക്യാപ്പ് ഇസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു എക്സ്. അതായത് നമ്മൾ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഇൻറ്റു ഇൻപുട്ട് ബൈ ഫീച്ചേഴ്സ്. അപ്പം നമുക്ക് വൈ ക്യാപ്പ് കിട്ടും. ഈ വൈ ക്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് MSE കണ്ടുപിടിക്കാം, മീൻ സ്ക്വയർ എറർ. മീൻ സ്ക്വയർ എറർ കിട്ടുന്നത് നമുക്കറിയാം. MSE is equal to
1/n into sigma I is equal to 1 to n y minus y cap the whole square. അങ്ങനെ നമ്മൾ MSE കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു ആൽഫ വെച്ചിട്ട് ഒരു ഫുൾ ഹൈട്രേഷൻ കഴിയുമ്പോൾ ഒരു ഫോൾഡ് ഈ 5 ഫോൾഡും ഫുൾ ഹൈട്രേറ്റ് ചെയ്യുമ്പോൾ 5 പ്രാവശ്യം ഹൈട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു MSE കിട്ടും. മനസ്സിലായി? ദെൻ അടുത്ത് ആൽഫ ഇത് കഴിഞ്ഞു, അടുത്ത ആൽഫ സെലക്ട് ചെയ്യുക, സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു MSE കിട്ടും. വീണ്ടും അടുത്ത ആൽഫ എടുക്കുക, സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക, അപ്പോൾ വീണ്ടും ഒരു MSE കിട്ടും. അടുത്ത ആൽഫ എടുക്കുക, ഇങ്ങനെ 5 ആൽഫ എടുക്കുക. ആൽഫ എടുത്തു കഴിഞ്ഞ് ഇപ്പം സപ്പോസ് എന്നെ ചെയ്ത സമയത്ത് ഈ 5 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ആൽഫ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതിനകത്ത് ഓക്കെ, ഇതിന് MSE 5 ഐട്രേഷൻ എടുക്കുമ്പോൾ ഫോൾഡ് നമ്മൾ ടെസ്റ്റിംഗ് ഫോൾഡാണ്. ആദ്യം 1, ദെൻ 2, 3 വാലിഡേഷൻ ഫോൾഡ്, 4, 5 ബാക്കിയെല്ലാം നമ്മൾ ട്രെയിനിങ് ഫോൾഡാണ് വെച്ചേക്കുന്നത്. അതിൽ ആദ്യത്തെ MSE അതായത് ആൽഫ എന്ന് പറഞ്ഞാൽ 0.01, അടുത്ത ആൽഫ 0.1, 1, ദെൻ 10, ദെൻ 100 ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഉള്ള MSE കിട്ടുന്നത്. സോ ഫോർ എക്സാമ്പിൾ സപ്പോസ് ഇത് 3150, രണ്ടാമത് 3020, അടുത്ത 3100. അതൊരു റാൻഡം വാല്യൂ ആണ് ഞാൻ എഴുതുന്നത്. ഇങ്ങനെയാണ് കിട്ടുന്നതെന്ന് അസ്യൂം ചെയ്യുക. 350. അപ്പോൾ ഇങ്ങനെ 5 റൊട്ടേഷൻസ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിഫറെൻ്റ് MSE മീൻ സ്ക്വയർഡ് എറർ ഇങ്ങനെയാണ് കിട്ടുന്നത്. എങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുക. ആവറേജ് ഓഫ് MSE നമുക്കറിയാം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. അങ്ങനെ 5 ചെയ്തപ്പോൾ കിട്ടുന്നത് 3062 എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ ഫസ്റ്റ് ഹൈട്രേഷൻ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് 0.1 ഇതെല്ലാം 0.1 ആണ്. എല്ലാം 0.1 ആണ്. എല്ലാം 0.1 വെച്ചിട്ട് നമ്മൾ ഫോൾഡാണ് മാറ്റുന്നത്. ആദ്യം 1, ദെൻ 2, 3, 4, 5 അങ്ങനെ ഡിഫറെൻ്റ് ഫോൾഡ്സ് മാറ്റിയിട്ട്, അതായത് ഡിഫറെൻറ്റ് ഫോൾഡ്സുകൾ നമ്മളിങ്ങോട്ട് മാറ്റി ഇട്ടിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് എടുത്തപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 0.01 ആണ്. ഇപ്പോൾ കിട്ടുന്ന MSE 3062 എന്നാണ് ഇരിക്കും. ഇനി എല്ലാ ആൽഫയിലും ചെയ്യാണ്. ആൽഫയുടെ വാല്യൂ ദെൻ ആവറേജ് MSE ആൽഫ 0.01, 0.1, 1, 10, 100. അതിൻ്റെ കറസ്പോണ്ടിങ് MSE ഇങ്ങനെ ആണ് ഇരിക്കുന്നതെങ്കിൽ 3062, 3010, 2901, അടുത്ത 3100, 3245 ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അസ്യൂം ചെയ്യാം. എന്നിട്ട് അടുത്ത് നോക്കുന്ന ഇപ്പം ഇത് നമ്മൾ ഫുൾ റൈറ്റ് ഡിഫറെൻ്റ് ആൽഫ വാല്യൂ കൊടുത്ത സമയത്ത് കിട്ടിയ ആവറേജ് MSE ആണ്. അടുത്ത് ചെയ്യുന്നതിന് ഇതിനകത്തുള്ള ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് നോക്കുക. ആ വാല്യൂൻ്റെ കറസ്പോണ്ടിങ് ആൽഫ, അതായത് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എൻ്റെ ആൽഫ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ആൽഫ സെറ്റ് ചെയ്യും 1. അതായത് ഈ 5 പ്രാവശ്യം 5 ഫോൾഡ്സ് ക്രോസ് വാലിഡേഷൻ ചെയ്തപ്പോൾ ഏറ്റവും ബെസ്റ്റ്, അതായത് ഏറ്റവും ലീസ്റ്റ് MSE എറർ ഏറ്റവും കുറവ്, അതാണ് ഏറ്റവും ബെസ്റ്റ് വാല്യൂ. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ ആൽഫ 1 ആണ്. മനസ്സിലായല്ലോ? ഇനി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫുൾ ഡാറ്റയും, ഇതിപ്പോൾ നമ്മൾ 5 ഫോൾഡ്സ് ആണ് ചെയ്ത് ഫുൾ ഡാറ്റ, ഇപ്പോൾ 100 ഡാറ്റ ആണെങ്കിൽ 100 ഡാറ്റയും
ഒരുമിച്ച് ഈ ആൽഫ വെച്ചിട്ട് കണ്ടുപിടിച്ച് ബീറ്റ കണ്ടുപിടിക്കും. ബീറ്റ ഇസ് ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് എക്സ് പ്ലസ് ആൽഫ ഐ ഇൻറ്റു ഇൻവേഴ്സ് ഓഫ് എക്സ് ട്രാൻസ്പോസ് എക്സ് വൈ. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഫുൾ എക്സ് നേരത്തെ പറഞ്ഞാൽ 20 ഉള്ള 100 ആണെങ്കിൽ 20 ഉള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് എക്സ് 100 ആണ്, വൈ 100 ആണ്. 100ന്റെ ബീറ്റ കണ്ടുപിടിക്കും. അതാണ് ഫൈനൽ ബീറ്റ. കാരണം ആൽഫ ഇത് നമ്മൾ സെറ്റ് ചെയ്തു 1 വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് ബീറ്റ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ഡാറ്റ എടുക്കുന്നു. ടെസ്റ്റ് നമ്മൾ ആക്ച്വൽ ഡാറ്റ ടെസ്റ്റും ട്രെയിനുമായിട്ട് ഡിവൈഡ് ചെയ്യും. ട്രെയിനിനെയാണ് നമ്മൾ ആദ്യം 5 ആയിട്ട് ഡിവൈഡ് ചെയ്ത് എന്നിട്ട് ആ ട്രെയിനിങ് ഡാറ്റ ഒരുമിച്ചെടുത്തിട്ട് വീണ്ടും ചെയ്യും. എന്നിട്ട് ഈ ബീറ്റ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ടെസ്റ്റ് ഡാറ്റയുടെ സെയിം ഇക്വേഷനിൽ ബീറ്റ കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ വൈ ക്യാപ്പ് കണ്ടുപിടിക്കും. എന്നിട്ട് MSE കണ്ടുപിടിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നമ്മൾ 5 ഫോൾഡ്സ് നോർമലൈസേഷൻ മെത്തേഡ്. അതിൽ നമ്മൾ ആൽഫ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ക്രോസ് വാലിഡേഷൻ മെത്തേഡ്, 5 ഫോൾഡ്സ് ക്രോസ് വാലിഡേഷൻ മെത്തേഡ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇംപ്ലിമെന്റ് Rudge and Lasso regression on diabetes dataset. Compare the performance of the regularized models with the standard linear regression. Question വീണ്ടും 4 ടാസ്ക് ലോഡ് ദ load and pre-process the dataset. Implement the Rudge and Lasso regression. Tune the hyperparameter using cross-validation. Compare performance metrics MSE R-squared with standard linear regression. അപ്പോൾ ഇതിൽ ഈ 4th ടാസ്ക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇംപ്ലിമെൻ്റ് ട്യൂൺ ഹൈപ്പർ പാരാമീറ്റർ, അതായത് നമ്മുടെ ആൽഫ, യൂസിങ് ക്രോസ് വാലിഡേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇംപ്ലിമെൻറ്റ് റിഡ്ജ് ആൻഡ് ലാസോ റെഗ്രഷൻ. ഈ 2 റെഗ്രഷനും നമുക്ക് ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഡാറ്റാ സെറ്റ് ഡയബറ്റീസ് ഡാറ്റാ സെറ്റാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത് എന്താണ് റിഡ്ജ് റെഗ്രഷൻ എന്നും എന്താണ് ലാസോ റെഗ്രഷൻ എന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. റിഡ്ജ് റെഗ്രഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഇംപ്ലിമെന്റ് റിഡ്ജ് ആൻഡ് ലാസോ റിഗ്രഷൻ ഓൺ ദ ഡയബറ്റീസ് ഡാറ്റാ സെറ്റ്. കമ്പയർ ദ പെർഫോമൻസ് ഓഫ് ദീസ് റെഗുലറൈസ്ഡ് മോഡൽസ് വിത്ത് സ്റ്റാൻഡേർഡ് ലീനിയർ റിഗ്രഷൻ. അത് ടാസ്കിനകത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ വിഷ്വലൈസേഷൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഗ്രാഫ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇതിൽ പറഞ്ഞിരിക്കുന്ന ടാസ്കിൽ ലോഡ് ആൻഡ് പ്രീ പ്രോസസ് ദ ഡാറ്റാ സെറ്റ്സ്. Then second is the implement Rudge and Lasso regression. Third, tune hyperparameters using the cross validation. Compare performance metrics MSE R-squared with the standard linear regression. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്കൊരു കമ്പാരിസൺ ഉണ്ട്. ലീനിയർ റിഗ്രഷൻ, നമ്മുടെ റിഡ്ജ് റിഗ്രഷനും ലാസോ റിഗ്രഷനും ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന് സ്റ്റാൻഡേർഡ് ലീനിയർ റിഗ്രഷനായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് റിഡ്ജ് റിഗ്രഷനും ലാസോ റിഗ്രഷനും ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഇതിൽ നിന്ന് ഈ ഡയബറ്റീസ് ഡാറ്റാ സെറ്റിനെ ഞങ്ങൾ ലീനിയർ റിഗ്രഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിന്റെ MSEയും R-squared കണ്ടുപിടിക്കുന്നു. ദെൻ നമുക്ക് റിഡ്ജ് റിഗ്രഷനും ലാസോ റിഗ്രഷനും ചെയ്തിട്ട് അതിന്റെയും കറസ്പോണ്ടിങ് MSE R-squared കണ്ടുപിടിച്ച് നോക്കാം. എന്നിട്ട് അത് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്യുന്ന ലീനിയർ റിഗ്രഷൻ ഇംപ്ലിമെന്റ് ചെയ്യാറുള്ളത്. അപ്പൊ ലീനിയർ റിഗ്രഷൻ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ചെയ്താണ്. സെക്കൻഡ് പോളിനോമിയൽ റിഗ്രഷൻ. അപ്പൊ ലീനിയർ റിഗ്രഷനിൽ നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം നമ്മൾ CSV ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഫീൽഡ്സ്. അപ്പൊ ഇതില് നമുക്ക് ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് സിംഗിൾ ഫീച്ചർ അല്ല,
അതിനകത്ത് മൾട്ടിപ്പിൾ ഫീച്ചറാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടത്. അപ്പം നമ്മളതിന് CSV ഫയൽ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഒരു ഫീച്ചർ നമ്മൾ ഡാറ്റാ സെറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ഫീച്ചർ വെച്ചിട്ട്, ഇതാണ് ഡാറ്റാ സെറ്റ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഈ ഡാറ്റാ സെറ്റിനകത്ത് ഔട്ട്കം എന്ന ലാസ്റ്റ് ഫീൽഡ് ആണ് നമുക്ക് ടാർഗറ്റ് ഫീൽഡ് അല്ലെങ്കിൽ ഫീച്ചർ. ബാക്കിയെല്ലാം നമ്മളെ ഇൻപുട്ട് ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഈ ഔട്ട്കം വെച്ച് ബാക്കിയെല്ലാം നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരികയാണ്. നമ്മുടെ ഫസ്റ്റില് നമ്മൾ ചെയ്ത ലീനിയർ റിഗ്രഷനകത്ത് നമ്മളൊരു സിംഗിൾ ഫീച്ചറാണ് യൂസ് ചെയ്തത്. അതുപോലെ സെക്കൻഡ് പോളിനോമിയൽ റിഗ്രഷനകത്തും ഒരു സിംഗിൾ ഫീച്ചറാണ് യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ ഓവർ ഫിറ്റിംഗ് ആണ്. ഓവർ ഫിറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ അൺവാണ്ട്, അതായത് ഒരു ഫീച്ചറിന്റെ സ്കെയിലിന് അനുസരിച്ച്, ഫോർ എക്സാമ്പിൾ 1 lakh 2000 അല്ലെങ്കിൽ 2 lakhs റുപ്പീസ് സാലറി വാങ്ങുന്ന ഒരാളുടെ ഏജ് എടുത്തു കഴിഞ്ഞാൽ ഒരു സിംഗിൾ 2 ഡിജിറ്റ് ആണ്. പക്ഷെ സാലറി എടുത്തു കഴിഞ്ഞാൽ 5 to 6 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പൊ ഒരു കാരണവശാലും ഈ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഇതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ, അതുപോലെ കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ മാർക്ക് എടുക്കുമ്പോൾ അയാളുടെ പേരോ അഡ്മിഷൻ നമ്പറോ രജിസ്റ്റർ നമ്പറോ ഒന്നും അയാളുടെ ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിനിങ് മോഡല് ഈ പറയുന്ന ഡാറ്റാ സെറ്റ് എല്ലാം യൂസ് ചെയ്തിട്ടായിരിക്കും ട്രെയിൻ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വൽ ഡാറ്റ കൊടുക്കുമ്പോൾ അത് ഓവർ ഫിറ്റിംഗ് വരും. ഓവർ ഫിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റും ബയാസും ഭയങ്കര ഹെവി വാല്യൂ വരും. ഹെവി വാല്യൂ വരുമ്പോൾ അത് ഓവർ ഫിറ്റിംഗ് ആണ്. ഒരിക്കലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ട് ആയിരിക്കില്ല, അല്ല ആക്ച്വൽ ഔട്ട്പുട്ട് ആയിരിക്കില്ല കിട്ടുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റഞ്ച് ആൻഡ് ലാസോ റിഗ്രഷൻ ചെയ്യുന്നത്. അപ്പൊ അതില് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ലീനിയർ റിഗ്രഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ റിഗ്രഷൻ ചെയ്തിട്ട് അതിന്റെ MSE ആസ്പെയർ വാല്യൂ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ അതിനാദ്യം തന്നെ നമ്മൾ ഇമ്പോർട്ട് ലൈബ്രറീസ് കൊടുക്കുക. ഇമ്പോർട്ട് പാണ്ടാസ് അങ്ങനെ ഞാനതൊരു ഡാറ്റ ഫ്രെയിമിലെ ഇടയിൽ വേണ്ട ഇതിനെല്ലാം ഞാനതൊട്ട് ആഡ് ചെയ്ത് കയറ്റാം. ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. PD ഡോട്ട് റീഡ് അണ്ടർസ്കോർ CSV CSV ഫയലിന്റെ പേര് ഡയബറ്റീസ് ഡോട്ട് CSV. ഇത് നമ്മൾ ലോഡ് ചെയ്തു, CSV ഫയലിൽ ലോഡ് ചെയ്തു. ഇനി ഈ CSV ഫയൽ ലോഡ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഔട്ട്പുട്ട് ഫീച്ചർ ഒഴിച്ച്, അതായത് ടാർഗറ്റ് ഫീച്ചർ ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എക്സ് വാല്യൂ വെച്ച് എക്സ് ഡാറ്റ ഫ്രെയിമിനകത്തോട്ട് കൊണ്ടുവരിക. ദെൻ വൈയിലേക്ക് ടാർഗറ്റ് വാല്യൂ മാത്രം കൊണ്ടുവരിക. അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടി എക്സ് ഈക്വൽ ടു ഒരു ഫീൽഡ്, സാധാരണ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഏത് ഫീൽഡാണ് വേണ്ടത് അത് ഫീൽഡ് നമ്മൾ ഇതിനകത്ത് എക്സ് ആണെങ്കിൽ എക്സ് എന്ന് കൊടുക്കുമ്പോൾ ഈ CSV ഫയലിന് എക്സ് എന്നുള്ള ഫീൽഡ് മാത്രം അല്ലെങ്കിൽ ഫീച്ചർ മാത്രം, ആ ഒരു കോളം മാത്രം വരും. ആ എക്സ് എന്ന് പറഞ്ഞ ഹെഡിങ് ഉള്ള മാത്രം വരും. പക്ഷെ ഇവിടെ നമുക്ക് മോർ ദാൻ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പം എല്ലാ ഫീച്ചറും കൊടുക്കുന്നതിന് പകരം നമുക്ക് ഇവിടെ ചെയ്യാൻ ഒരു മെത്തേഡ് ഉണ്ട്. ഡ്രോപ്പ് എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഡ്രോപ്പ് ഫംഗ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഫീച്ചറാണ് വേണ്ടാത്തത് അതൊഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരും. ഇതിനകത്ത് നമുക്ക് ഔട്ട്കം എന്നൊരു ഫീച്ചറാണ് വേണ്ടത്. ഔട്ട്കം എന്നിട്ട് ആക്സിസ് ഇസ് ഈക്വൽ ടു 1 കൊടുക്കും. ഇത് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഒരു ഫീച്ചർ ഒഴിച്ച്, ഔട്ട്കം ഫീച്ചർ ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും എക്സിനകത്തോട്ട് വരുള്ളൂ. ദെൻ y is equal to നമ്മൾ നോർമലി ചെയ്യും പോലെ തന്നെയാണ് ഔട്ട്കം വൈക്കകത്തോട്ടും കൊടുക്കുക. രണ്ട് ഫീച്ചേഴ്സും എക്സിലും വൈയിലും വാങ്ങി. ഇനി നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. ട്രെയിനിങ് ഡാറ്റാ സെറ്റും ടെസ്റ്റ് ഡാറ്റാ സെറ്റുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ വിളിക്കുന്നു. അത് നമ്മൾ സെക്കൻഡ് ലൈനിനകത്ത് നിന്ന് എടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ഫ്രം sklearn ഡോട്ട് മോഡൽ സെലക്ഷൻ ആണ്. മോഡൽ അണ്ടർസ്കോർ സെലക്ഷൻ ഇമ്പോർട്ട്
ട്രെയിനിങ് സ്കെയിലാണ്. കറക്റ്റ് ആകുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ അവിടെ വരും. ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റ് ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് എക്സ് ട്രെയിൻ എക്സ് അണ്ടർസ്കോർ ടെസ്റ്റ് വൈ അണ്ടർസ്കോർ ട്രെയിൻ. നേരത്തെ ചെയ്ത പ്രോഗ്രാമിൽ അത് തന്നെയാണ്, ഇതുപോലെ തന്നെയാണ് ചെയ്തത്. y underscore test equal train test split x y കൊടുക്കുക, then test in the size test underscore size is equal to 0.2 20% കൊടുക്കുക, then random state is equal to 42. ഇത് കൊടുക്കുന്നത് എന്തിനാണെന്ന് ആദ്യ ക്ലാസ് പറഞ്ഞു. കാരണം ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഡാറ്റ വരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡാറ്റ ചേഞ്ച് ഷബിൾ ആയി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് റാൻഡം സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു 42 കൊടുക്കുന്നത്. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എക്സ് ട്രെയിനിങ് സെറ്റും ഡാറ്റ സെറ്റുമായിട്ട് എക്സ് വൈ സ്പ്ലിറ്റ് ചെയ്തു. ഇനി നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, ഇതിനകത്ത് എക്സിനകത്തിരിക്കുന്നത് മോർ ദാൻ വൺ ഫീച്ചേഴ്സ് ആണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഫീച്ചേഴ്സിന് പലതും ഞാൻ പറഞ്ഞു ഔട്ട്കമ്മിന് ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഫീച്ചേഴ്സ് ഇതിനകത്ത് വരും. അപ്പൊ ആ ഫീച്ചേഴ്സ് ഫോർ എക്സാമ്പിൾ നെയിം, അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, രജിസ്റ്റർ നമ്പർ, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും നമ്മൾ ഔട്ട്പുട്ടിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് അല്ല, അതൊരു ഇൻഡിപെൻഡന്റ് ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ആ ഫീച്ചേഴ്സ് ഒന്നും ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. അപ്പൊ അതിനെല്ലാം കൂടെ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. കാരണം നമ്മളെല്ലാം ഫീൽഡിനെ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പൊ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡ് ലാൻ ഔട്ട് ഒരു സ്റ്റാൻഡേർഡ് സ്കെയിലർ ഉണ്ട്. ആ സ്കെയിലർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. സ്കെയിലർ പ്രീ പ്രോസസിംഗ് ആണ്. പ്രീ പ്രോസസിംഗ് ഇമ്പോർട്ട് സ്റ്റാൻഡേർഡ് സ്കെയിലർ. ഈ ഫംഗ്ഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മളൊരു സ്കെയിലറിനെ ഡിഫൈൻ ചെയ്യും. സ്കെയിലർ ഈക്വൽ ടു സ്റ്റാൻഡേർഡ് സ്കെയിലർ. എന്നിട്ട് ഈ സ്കെയിലർ വെച്ചിട്ട് നമ്മൾ ട്രെയിനിങ് ഡാറ്റയും ടെസ്റ്റ് ഡാറ്റയും സ്റ്റാൻഡർഡൈസ് ചെയ്യും. ഈക്വൽ ടു സ്കെയിലർ ഡോട്ട് ഫിറ്റ് ട്രാൻസ്ഫോം ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം. ഇതിനകത്ത് ഏത് ഡാറ്റ സെറ്റാണ് ചെയ്യുന്നത്? XTR ട്രെയിനിങ് ഡാറ്റ സെറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. സിമിലർലി ടെസ്റ്റ് ഡാറ്റ സെറ്റിനെ TST സ്റ്റാൻഡർഡൈസ് ചെയ്യുക. സിമിലർലി Y ഡാറ്റ സെറ്റിനെ ഇതുപോലെ ചെയ്യാം. വൈയുടെ ടെസ്റ്റും അതുപോലെ Y അണ്ടർസ്കോർ ടെസ്റ്റ്. ഇത് നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എക്സ് വൈ എന്നുള്ളത് അസീം ചെയ്തിട്ട് അവിടെ സ്റ്റാൻഡർഡൈസ് ചെയ്താലും മതി. അവിടെ സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്താലും മതി. പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇത് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ ഇങ്ങനെ ചെയ്താൽ മതി. സ്പ്ലിറ്റ് ചെയ്യാൻ ദെൻ ടെസ്റ്റ് ഡാറ്റ സെറ്റിനെയും ട്രെയിനിങ് ഡാറ്റ സെറ്റിനെയും നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം എക്സും
ഡാറ്റാ സെറ്റ് ട്രെയിനിങ് ഡാറ്റാ സെറ്റും ടെസ്റ്റ് ഡാറ്റാ സെറ്റുമായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുക. തേർഡ് സ്റ്റെപ്പ് നമ്മൾ ലീനിയർ റിഗ്രഷനിൽ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുന്ന നമുക്ക് അറിയാം എങ്ങനെയാണ് കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത്. എന്നൊരു ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ ലീനിയർ റിഗ്രഷനിൽ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ തീറ്റ എന്ന് പറയുന്ന വേരിയബിൾ ആണ്. ഇവിടെ ഞാൻ മോർ ദാൻ ഫീൽഡാണ് ഉള്ളത്, അതുകൊണ്ട് തന്നെ ബീറ്റ എന്നാണ് പറയുന്നത്. ബീറ്റ ഈസ് ഈക്വൽ ടു എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് എക്സ് ട്രാൻസ്പോസ് വൈ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ടു ഫൈൻഡ് ദ കോയിഫിഷ്യന്റ് ഓഫ് എ ലീനിയർ റിഗ്രഷൻ. ലീനിയർ ഇക്വേഷന്റെ കോയിഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത് വെക്ടർ ഫോമിലാണ്. ഇത് ഈസിയാണ്, കാരണം നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസി ആയിട്ട് നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും. അപ്പൊ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു വൈ. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. അപ്പൊ ഇതിൽ നമ്മുടെ എക്സ് ട്രാൻസ്പോസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ ട്രെയിനിങ് ഡാറ്റ ആണ്. എക്സ് ടി ആർ എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ് ട്രെയിനിങ് ഡാറ്റ സെറ്റ് ആണ്. വൈ എന്ന് പറയുന്നത് വൈ ട്രെയിനിങ് ഡാറ്റ സെറ്റ് ആണ്. അപ്പൊ ഈ എക്സിന്റെ സ്ഥാനത്തെല്ലാം എക്സ് ടി ആറും വൈയുടെ സ്ഥാനത്തെല്ലാം വൈ ടി ആറും കൊടുത്താണ്. എന്നിട്ട് നമ്മൾ ഈ ഇക്വേഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ബീറ്റ വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബീറ്റ ആണ്, അതായത് നമ്മൾ കോഎഫിഷ്യന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ഈ കോഎഫിഷ്യന്റ് നമ്മൾ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമ്മള് ബീറ്റയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീറ്റ ഇസ് ഈക്വൽ ടു വെയിറ്റ് ആൻഡ് ബയാസ് ആണ്. അത് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്സിനകത്ത് വരുമ്പോൾ വെയിറ്റ് ആൻഡ് ബയാസ് ആണ്. അപ്പം വെയിറ്റ് ആണ് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത്, ബയാസ് നമ്മൾ ആഡ് ചെയ്യണം. ബയാസ് നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ആൾറെഡി ഉള്ള കോളത്തിന്റെ കൂടെ ഒരു എക്സ്ട്രാ കോളം കൂടെ ആഡ് ചെയ്യും. എക്സ്ട്രാ കോളം കൂടെ ആഡ് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ഫുള്ള് 1 ഫില്ല് ചെയ്യും. അത് നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ചെയ്തത് തന്നെ. അപ്പൊ അതാണ് നമ്മളോട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ എക്സ് ട്രാൻസ്പോസിനകത്ത് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു കോളം കൂടെ ആഡ് ചെയ്യുന്ന ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബീറ്റ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യത്തെ എക്സ്പെരിമെന്റിൽ ചെയ്തതുപോലെ എക്സ് ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, അതുകൊണ്ട് ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ഞാൻ ചെയ്തതാണ് np ഡോട്ട് സി അണ്ടർസ്കോർ np ഡോട്ട് വൺസ് np എന്നാണ് നമ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്പർ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് നമ്പർ np ഡോട്ട് വൺസ്. ഇവിടെ നിന്ന് എക്സ് ട്രാൻസ്പോസ് എക്സ് അണ്ടർസ്കോർ ട്രാൻസ്പോസ് എക്സ് ട്രെയിൻ അണ്ടർസ്കോർ gr dot shape zero, 1. ഒരു അതിനകത്ത് എത്ര കോളമാണ് ഉള്ളത് അതിലെ കൂടെ ഒരു കോളം ആഡ് ചെയ്തു, പ്ലസ് അതിന്റെ കൂടെ കോളത്തിനകത്ത് 1 ഫില്ല് ചെയ്തു. ദെൻ ഏത് മാട്രിക്സ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് അണ്ടർസ്കോർ ടി ആർ. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആഡിങ് 1 കോളം ടു ദ എക്സ് ടി ആർ മാട്രിക്സ്. ഇനി നമ്മൾ ബീറ്റ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആയതുകൊണ്ട് ബീറ്റ അണ്ടർസ്കോർ ട്രെയിൻ ലീനിയർ റിഗ്രഷൻ ആയതുകൊണ്ട് എല്ലാറെന്ന് ഞാൻ കൊടുക്കുകയാണ്. നമ്മൾ റെഡ്ജിലും ലാസോയിലും നമ്മൾ ബീറ്റ കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് എല്ലാം സ്റ്റാൻഡേർഡ് ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് എല്ലാറും കൊടുക്കുന്നത് ബീറ്റ എല്ലാം ഈക്വൽ ടു ഇത് നമ്മുടെ ഇക്വേഷൻ. അത് തന്നെ എക്സ് ട്രാൻസ്പോസ് ഇൻറ്റു എക്സ്
അതിന്റെ ഇൻവേഴ്സ് ആണ് എടുക്കുന്നത്. ഇൻവേഴ്സ് എടുക്കുന്നത് NP ഡോട്ട് ലീനിയർ ആൾജിബ്ര ഡോട്ട് ഇൻവേഴ്സ് എക്സ് അണ്ടർസ്കോർ PR ഡോട്ട് P അടിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോസ് ആയി ഇൻറ്റു @ ഇടുക എക്സ് അണ്ടർസ്കോർ PR. അപ്പം ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആയി, അതിന്റെ ഇൻവേഴ്സ് കൊടുത്തു, ദെൻ മൾട്ടിപ്ലൈഡ് ബൈ @ എക്സ് അണ്ടർസ്കോർ TR ഇൻറ്റു Y അണ്ടർസ്കോർ TR. ഇത്രയാകുമ്പോൾ നമ്മളെ ബീറ്റ കണ്ടുപിടിച്ചു, ലീനിയർ റിഗ്രഷന്റെ ബീറ്റ കിട്ടി. ഇനി നമ്മൾ പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാർഗറ്റിന്റെ പ്രഡിക്റ്റഡ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അത് നിങ്ങൾക്ക് അറിയാം. y cap is equal to നമ്മൾ ഇക്വേഷൻ അത് y cap is equal to x into ബീറ്റ അല്ലെങ്കിൽ ബീറ്റ into x. x എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ഡാറ്റ. ഇവിടെ നമ്മൾ ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ടെസ്റ്റ് ഡാറ്റ വെച്ചിട്ടാണ്, ഇത് ട്രെയിനിങ് ഡാറ്റ വെച്ചിട്ട് നമുക്ക് ബീറ്റ കിട്ടി, ലീനിയർ റിഗ്രഷന്റെ ബീറ്റ കിട്ടി. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് ടെസ്റ്റ് ഡാറ്റയുടെ പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അത് പ്രഡിക്റ്റഡ് ലീനിയർ ഈക്വൽസ് എക്സ് അണ്ടർസ്കോർ ടെസ്റ്റ് ഇൻറ്റു ബീറ്റ ലീനിയർ. അപ്പൊ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ നമ്മൾ ഒരു കോളം നമ്മൾ ടെസ്റ്റ് ഡാറ്റയിലേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെയിം ഇവിടെ പറഞ്ഞിരിക്കുന്ന അതേ ഇക്വേഷൻ തന്നെയാണ്, സെയിം സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് വരുന്നത്. അങ്ങനെ XTR വരെ എക്സ് ടെസ്റ്റ് എന്നാക്കിയാൽ മതി. ടെസ്റ്റ് NP ടെസ്റ്റ് ടെസ്റ്റ് പ്രഡിക്റ്റഡ് വാല്യൂ കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട MSE ആണ്. MSE ആണ് കണ്ടുപിടിക്കുക. MSE നിങ്ങൾക്ക് അറിയാം, ഇക്വേഷൻ അറിയാം. MSE മീൻ സ്ക്വയർ എറർ ആണ് MSE എന്ന ഇക്വേഷൻ. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് നമ്മൾ ഫസ്റ്റ് ഇതിൽ ചെയ്തതാണ്. മീൻ സ്ക്വയർ എറർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ MSE is equal to 1/L sigma I is equal to 1 to n y minus y cap the whole square. അപ്പൊ നമ്മള് ആ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ രണ്ട് പ്രോഗ്രാം ചെയ്തു. ഇനി നിങ്ങൾ ആ ഇക്വേഷൻ യൂസ് ചെയ്യണമെന്നില്ല, പകരം ഇതിനകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് മീൻ സ്ക്വയർ കണ്ടുപിടിക്കാനുള്ള ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് ഓൾറെഡി സെക്കൻഡ് ലൈനിനകത്തുണ്ട്. അപ്പൊ ആ ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യാതാണ് സം ഫ്രം സ്കെയിലർ ഡോട്ട് മെട്രിക്സ് ബോട്ട് മീൻ സ്ക്വയർഡ് എറർ മീൻ സ്ക്വയർഡ് എററും വേണ്ടത് R2 സ്കോറുമാണ്. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഈ രണ്ട് ഫംഗ്ഷൻ നമ്മൾ ഇതിനകത്ത് വിളിച്ചാൽ മതി. അപ്പൊ MSE അണ്ടർസ്കോർ ലീനിയർ റിഗ്രഷൻ ഇസ് ഈക്വൽ ടു ആൻഡ് മീൻ സ്ക്വയർഡ് എറർ y അണ്ടർസ്കോർ ടെസ്റ്റ് കോമൺ predicted output predicted area. അതുപോലെ R2 linear is equal to R2 score y underscore test prediction ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീൻ സ്ക്വയർ എററും R2 സ്കോറും കിട്ടും. ഇത് നമ്മളൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ലീനിയർ MSE equal to MSE underscore linear comma R2 equal to R square
ഈക്വൽ ടു R2 അണ്ടർസ്കോർ ലീനിയർ. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. അപ്പൊ ഇതൊന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. എക്സ്പെരിമെന്റ് 3.python ആണ്. ലൈൻ നമ്പർ 15 ഷേപ്പ് ആണ്. സിക്സ്റ്റീനില് meter inverse x transpose x into x transpose x dot t at the rate meter. Okay. Okay. Linear mixing സ്കോർ നമുക്ക് കിട്ടി. ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള ഇംപ്ലിമെന്റിങ് ലീനിയർ റിഗ്രഷൻ. ഈ കിട്ടുന്ന MSC R2 വെച്ചിട്ടാണ് R2 ആണ് നമുക്കിനി റെഡ്ജിൽ നിന്നും ലാസോയിൽ നിന്നും കിട്ടുന്ന രണ്ട് MSC R2ന്റെ സ്ക്വയറിന്റെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്തിനി റെഡ്ജ് റിഗ്രഷൻ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് റെഡ്ജ് റിഗ്രഷൻ നോക്കാം. റെഡ്ജ് റിഗ്രഷൻ ഈസ് എ വേരിയേഷൻ ഓഫ് ലീനിയർ റിഗ്രഷൻ ദാറ്റ് അവോയ്ഡ്സ് ഓവർ ഫിറ്റിംഗ് ബൈ റെഗുലറൈസേഷൻ ഓഫ് ദ കോഎഫിഷ്യന്റ്. To regulate coefficient by adding a penalty coefficient term to cost function. If the coefficient becomes large, the cost increases significantly. So the optimizer controls the coefficient values to minimize the cost function on the size of the model coefficient. അപ്പോൾ ഇതാണ് നമ്മൾ റെഡ്ജ് റിഗ്രഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. നമ്മൾ ഓവർ ഫിറ്റിംഗ് വരുമ്പോഴാണ്, ഓവർ ഫിറ്റിംഗ് എന്ന് പറയുന്നത് മോർ ദാൻ ഫീച്ചേഴ്സ് വരുമ്പോഴാണ് ഓവർ ഫിറ്റിംഗ് വരുന്നത്. നമ്മൾ ഔട്ട്പുട്ട് നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് നമ്മൾ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുകയും അത് വെച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ഡാറ്റ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഔട്ട്പുട്ട് ഉദ്ദേശിക്കുന്ന ഔട്ട്പുട്ട് വരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഓവർ ഫിറ്റിംഗ് വരുന്നത്. കോഎഫിഷ്യന്റ് വളരെ ഹൈ ആയി പോകുമ്പോൾ നമ്മൾ റിഗ്രഷൻ നടക്കുകയില്ല. റിഗ്രഷൻ നടക്കാൻ വരുമ്പോൾ ഓവർ ഫിറ്റിംഗിലേക്ക് പോകും. അപ്പൊ ഈ ഓവർ ഫിറ്റിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡ്ജ് റിഗ്രഷൻ യൂസ് ചെയ്യുന്നത്. ഇത് അഡ്വാൻസ്ഡ് ഫീച്ചർ ഓഫ് എ സ്റ്റാൻഡേർഡ് ലീനിയർ റിഗ്രഷൻ. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോഎഫിഷ്യന്റ് കോഎഫിഷ്യന്റ് ഒരു പെനാൽറ്റി നമ്മൾ ഈ കോസ്റ്റ് ഫംഗ്ഷനകത്തോട്ട് ആഡ് ചെയ്തിട്ട് അതിനെ വീണ്ടും റീട്രെയിൻ ചെയ്യുകയും ചെയ്ത് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ എത്തുമ്പോൾ നമ്മുടെ കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ ഒരു റെഗുലറൈസ്ഡ് കോസ്റ്റ് ഫംഗ്ഷനിൽ എത്തുകയും ആ ഫംഗ്ഷൻ ഒരു റിഗ്രഷനാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യുന്നത്. ഇവിടെ ഈ കോസ്റ്റ് ഫംഗ്ഷനകത്തോട്ട് നമ്മൾ കോസ്റ്റ് ഫംഗ്ഷൻ നമുക്കറിയാം എറർ ഫംഗ്ഷൻ MSC is equal to 1 by n into sigma I is equal to 1 to n.
വൈ ക്യാപ് ഓർ വൈ മൈനസ് വൈ ക്യാപ് ദ ഹോൾ സ്ക്വയർ. നമ്മൾ സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് അത് എങ്ങനെ എഴുതി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് മൈനസ് ആക്ച്വൽ ഔട്ട്പുട്ട് ഓർ ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് ദ ഹോൾ സ്ക്വയർ ആണ് നമ്മളെ MSE എന്ന് പറയുന്നത്, മീൻ സ്ക്വയർ എഴുതാം. അതിന്റെ കൂടെ നമ്മളൊരു ടേം കൂടെ ആഡ് ചെയ്യും. ആ ടേമാണ് ആൽഫ ഇൻറ്റു സിഗ്മ I is equal to 1 to n ബീറ്റാ സ്ക്വയർ. ഇവിടെ ഈ ഒരു ടേമാണ് നമ്മൾ പെനാൽറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ L2 പെനാൽറ്റി എന്നാണ് പറയുന്നത്. L2 റെഗുലറൈസേഷൻ ടേം അല്ലെങ്കിൽ L2 പെനാൽറ്റി ഫോർ വെഡ്ജ് റെഗുലേഷൻ. ഈ ഒരു ടേമാണ് നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ആൽഫ, ഈ ആൽഫ നമ്മൾ ഒരു കോൺസ്റ്റന്റ് ആണ്. ആൽഫ ഈസ് റെഗുലറൈസേഷൻ സ്ട്രെങ്ത്. ഇറ്റ് ഷുഡ് ബി പോസിറ്റീവ് ഫ്ലോട്ട്. ഒരു ഫ്ലോട്ട് പോസിറ്റീവ് വാല്യൂ ആണ്. നോർമലി ആൽഫ ഈസ് സെറ്റ് വിത്ത് 0.1, 0.1, 1, 10, 100. ഈ 4 വാല്യൂ ആണ് വെച്ചിട്ടാണ് നമ്മൾ ആൽഫ നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മൾ ഈ MSE എന്നുള്ള എറർ കോസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം MSE എപ്പോഴും മാക്സിമം R² അപ്ലൈ ചെയ്യുന്നു. ആ വാല്യൂ ആണ് നമ്മൾ ആൽഫ ഫൈനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫറൻറ്റ് ആൽഫ വാല്യൂ എന്ന 0.01, 0.1, 1, 10, 5, 100 അങ്ങനെ 5 വാല്യൂ ആണ് നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഓരോ വാല്യൂയും വെച്ചിട്ട് നമ്മൾ ഈ ബീറ്റാ സ്ക്വയർ ഈ ടേം ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതിന്റെ ബെസ്റ്റ് വാല്യൂ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ബീറ്റ ഈക്വൽ മോഡൽ കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷൻ. അപ്പൊ ഈ ഒരു റിഗ്രഷന്റെ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ ബീറ്റ എന്നുള്ളത്. ലീനിയർ റിഗ്രഷൻ ആയതുകൊണ്ട് അതിനകത്ത് വെയിറ്റും ബയാസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ബീറ്റ. നോർമലി നമ്മൾ തീറ്റ എന്ന് പറയും. ഇവിടെ നമ്മൾ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ തീറ്റ പകരം ബീറ്റ എന്ന് പറയുന്നത്. തീറ്റയിൽ നമ്മൾ സിംഗിൾ ഫീച്ചറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഡാറ്റാ സെറ്റിന്റെ മോർ ദാൻ ഫീച്ചേഴ്സ് ആണ്. അതാണ് ഓവർ ഫിറ്റിംഗ് ഉണ്ടോ എന്ന് നോക്കുന്നത്. ഓവർ ഫിറ്റിംഗ് വരുന്നത് മോർ ദാൻ ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ടാണ്. ഇവിടെ ബീറ്റ ഈസ് എ മോഡൽ കോഎഫിഷ്യന്റ് ഓഫ് റിഗ്രഷൻ ആണ്. The term alpha into sigma is equal to 1 to n beta square is known as the L2 regression term of the range regression. When alpha is equal to 0, alpha 0 ആയി കഴിഞ്ഞാൽ ഈ ടേം മുഴുവനും 0 ആവും. മുഴുവനും 0 ആയി കഴിഞ്ഞാൽ MSE എന്നുള്ളത് 1 by n into sigma I is equal to 1 to n y minus y cap the whole square. അതായത് നോർമൽ സ്റ്റാൻഡേർഡ് ലീനിയർ റിഗ്രഷനിലേക്ക് മാറും. ആൽഫ 0 ആവുമ്പോൾ ഇതൊരു സ്റ്റാൻഡേർഡ് ലീനിയർ റിഗ്രഷൻ രൂപത്തിൽ വർക്ക് ചെയ്യും. Alpha is equal to 0, L2 regularization term will be 0 and range regression becomes the standard linear regression ആയി മാറും. അപ്പൊ ഇതാണ് range regression അൽഗോരിതം നോക്കാം. ഇതില് നമ്മള് ലോഡ് ഡയബറ്റീസ് ഡാറ്റ നമ്മളെ ഡയബറ്റീസ് ഡാറ്റ സെറ്റ് ആവുന്നത് ലോഡ് ഡയബറ്റീസ് ഡാറ്റ സെറ്റ് ലോഡ് ചെയ്യുന്നു. Then separate the data set into features of feature matrix X and target vector Y. Then split the data set into 80% training data set and 20% testing data set. Then I standardize training and testing data set using the standard scalar of the scikit-learn module. Scikit-learn module നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സ്കെയിലർ എന്നുണ്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നത്. സ്കെയിൽ ഞാൻ നേരത്തെ പറഞ്ഞ് ചില ഫീച്ചറിന്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തി സ്കെയിലാണ്. ചിലതിന് 1-2 ഡിജിറ്റേ കാണുള്ളൂ. ഫോർ എക്സാമ്പിൾ ഏജ് ആൻഡ് സാലറി 5 to 6 ഡിജിറ്റുള്ള സാലറി എമൗണ്ട് ആയിരിക്കും പറഞ്ഞത്. പക്ഷെ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയൊരു വാല്യൂ ആയിരിക്കും. അപ്പൊ ഇതിന് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏജ് എന്നുള്ള മൈന്യൂട്ട് ഫാക്ടർ ആയി സാലറി എന്നുള്ള 6 ഡിജിറ്റ് നമ്പർ ആയി ഫാക്ടറായി മാറുകയും ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ ടോട്ടൽ ഔട്ട്പുട്ടിന് വേരിയേഷൻ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഈ 6 ഡിജിറ്റിനെയും 2 ഡിജിറ്റിനെയും നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരുന്നത്. അതാണ് നമ്മുടെ സ്റ്റാൻഡർഡൈസേഷൻ. അപ്പൊ ഈ കിട്ടുന്ന ഡാറ്റ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. കാരണം അത് മോർ ദാൻ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. Then add an intercept column of ones to feature
മെട്രിക്സ് എക്സ്. അപ്പൊ എക്സിനകത്തോട്ട് നമ്മൾ ബയാസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇക്വേഷൻ y ഡബ്ല്യു എക്സ് പ്ലസ് ബി എന്നാണ്. ആ ബി ഇതിനകത്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു കോളം നമ്മുടെ ലീനിയർ റിഗ്രഷനകത്ത് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം സിംഗിൾ കോളം വൺസ് വെച്ചിട്ട് ആഡ് ചെയ്യാം എക്സ് മെട്രിക്സിനകത്തോട്ട്. ദെൻ സെറ്റ് ദ റെഗുലറൈസേഷൻ പാരാമീറ്റർ ആൽഫ ഇസ് ഈക്വൽ ടു 0.1, 0.1, 1, 10, 100 ഇങ്ങനെ ആൽഫയെ ഇനിഷ്യലൈസ് ചെയ്ത് വെക്കുക. ഫോർ ഇവിടെ നമ്മൾ ഐട്രേഷൻ ആണ് ഫോർ ഈച്ച് വാല്യൂ ഓഫ് ആൽഫ. ഈ ആൽഫയുടെ ഓരോ വാല്യൂ എടുത്തിട്ട് ഡിവൈഡ് ദ ട്രെയിനിങ് ഡാറ്റ ഇൻറ്റു 5 ഫോൾഡ്സ്. നമ്മൾ 5 ഫോൾഡ്സ് ക്രോസ് വാലിഡേഷൻ എന്താണെന്ന് ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ട്രെയിനിങ് ഡാറ്റ ഈ 80% ഡാറ്റ സെറ്റിനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ചെയ്തിട്ട് അതിന് ഓരോ ആൽഫയിലും ഈ വാല്യൂ എടുത്ത് ടെസ്റ്റ് ചെയ്യാനാണ് ട്രെയിൻ ചെയ്യാനാണ്. അപ്പൊ ഡിവൈഡ് ദ ട്രെയിനിങ് ഡാറ്റ ഇൻറ്റു 5 ഫോൾഡ്സ് ഫോർ ദ 5 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ. ദെൻ ഫോർ ഈച്ച് ഫോൾഡ്, അപ്പൊ ഇവിടെ 5 ആൽഫ ഉണ്ട്, കൂടെ 5 ഫോൾഡ്സ് ഉണ്ട്. അപ്പം ഇത് 5 പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യും. വീണ്ടും ഇത് 1 എടുത്ത് അടുത്ത 1 എടുത്ത് വീണ്ടും 5 പ്രാവശ്യം ഐട്രേറ്റ് ചെയ്യും. ഇത് അടുത്ത 1 എടുത്ത് ആൽഫ ഓരോന്നും മാറുന്നതനുസരിച്ച് ഇത് 5 ടൈംസ് എക്സിക്യൂട്ട് 5 ഫോൾഡ്സ് ഉള്ളതുകൊണ്ടാണ് 5 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. For each fold, use 4 folds for training and 1 fold for validation. ഞാൻ k-fold ക്രോസ് വാലിഡേഷൻ പറഞ്ഞപ്പോൾ 5 ഫോൾഡ് ക്രോസ് വാലിഡേഷൻ പറഞ്ഞപ്പോൾ ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പൊ ഇത് 5 ഫോൾഡിൽ 1 ഫോൾഡ് നമ്മൾ ടെസ്റ്റിന് വെക്കും, 4 ഫോൾഡ് നമ്മൾ ട്രെയിനിങ് വെക്കും. യൂസ് 4 folds for training and 1 fold for validation. Then the second step is to compute the rigid regression coefficient using the vectorized closed form solution. നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കുന്നത്. regression coefficient കണ്ടുപിടിക്കുന്നത് നമ്മുടെ regression coefficient ബീറ്റ ആണ്. ബീറ്റ is equal to x transpose into x plus alpha I inverse x transpose y. ഇവിടെ നമ്മൾ ആൽഫ I എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ ആഡ് ചെയ്യുന്ന L2 കോഎഫിഷ്യന്റ്. L2 ടേം എന്ന് പറയുന്നത് L2 regression ടേം ആണ് ഇവിടെ ആഡ് ചെയ്യുന്ന ആൽഫ. അപ്പൊ ഇവിടെ ആൽഫ നമ്മൾ ഒരു വാല്യൂ ചെയ്യുന്നു. ദെൻ I എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അത് നമ്മൾ ആൽഫയെ ഒരു മെട്രിക് വെക്ടറൈസ്ഡ് ക്ലോസ്ഡ് ഫോം മെത്തേഡാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ആൽഫയെ നമ്മൾ വെക്ടറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഐഡന്റിറ്റി മെട്രിക്സ് വയ്ക്കുന്നു. ഐഡന്റിറ്റി മെട്രിക്സ് നമുക്കറിയാം ഡയഗണൽ എലമെന്റ് മാത്രം 1, ബാക്കി എല്ലാ എലമെന്റ് 0. അതായത് ആൽഫയെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെട്രിക്സ് ഫോമിലേക്ക് വരുന്നു. ആൽഫ വാല്യൂ മെട്രിക്സ് ഫോമിലേക്ക് വരുന്നു. അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ആൽഫ ആഡ് ചെയ്തിട്ട് നമ്മൾ ബീറ്റ കണ്ടുപിടിക്കാം. ദെൻ പ്രഡിക്ട് ദ ടാർഗറ്റ് വാല്യൂ ഫോർ ദ വാലിഡേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ 4 ഫോൾഡ് എടുത്ത് ട്രെയിൻ ചെയ്യുന്നു. ദെൻ ബീറ്റ കണ്ടുപിടിക്കുന്നു. ദെൻ ആ ബീറ്റ വെച്ചിട്ട് 5ാമത്തെ ഫോൾഡ് നമ്മൾ വാലിഡേഷൻ ചെയ്യുന്ന ആ ഫോൾഡ് വെച്ചിട്ട് അതിന്റെ പ്രഡിക്റ്റഡ് ടാർഗറ്റ് കണ്ടുപിടിക്കും. ഒരു പ്രഡിക്റ്റഡ് വാല്യൂ കിട്ടുന്നു. ദെൻ കാൽക്കുലേറ്റ് ചെയ്ത MSE ആണ് y മൈനസ് y ക്യാപ് ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കുന്നത്. അതിന് നമ്മൾ മീൻ സ്ക്വയർഡ് എറർ എന്നുള്ള ഫംഗ്ഷൻ ഇതിനകത്തുണ്ട്. നമ്മൾ ഇക്വേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. മീൻ സ്ക്വയർ എറർ എന്നുള്ള ഫംഗ്ഷൻ ജസ്റ്റ് കോൾ ചെയ്താൽ സെക്കൻഡ് ലൈനിനകത്തും ഉണ്ട്. അത് നമ്മൾ കോൾ ചെയ്തിട്ട് നമ്മൾ MSE കണ്ടുപിടിക്കുന്നു. അപ്പൊ ഈ ഫസ്റ്റ് ഫോൾഡിന്റെ MSE എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളതിന്റെ അപ്പൊ നമ്മളൊരു അറേ ഉണ്ട്, അറേ വെക്കണം. MSE ഒരു അറേ വെക്കണം. ഓരോ കാൽക്കുലേഷൻ നടക്കുമ്പോൾ ഈ അറയിലോട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആദ്യമായിട്ട് കാൽക്കുലേറ്റ് അതിന്റെ ആ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാൽക്കുലേറ്റ് ആവറേജ് ഓഫ് MSE. അപ്പൊ ഈ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ ഫോൾഡിന്റെ ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഈ കഴിഞ്ഞിരിക്കുന്ന 5 MSEയുടെ ആവറേജ് കണ്ടുപിടിക്കുന്നു. ആവറേജിന്റെ അതിന്റെ സം എടുത്തിട്ട് ടോട്ടൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആവറേജ് കിട്ടും. Then select the value of alpha that gives the minimum average validation MSE. അപ്പൊ മിനിമം ആവറേജ് വാലിഡേഷൻ MSE ഉള്ള ആൽഫ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ നമ്മൾ ഓരോ ആൽഫയിലും കിട്ടുന്ന ആവറേജ് MSE നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇനിഷ്യലി നമ്മൾ ബെസ്റ്റ് ആൽഫ അല്ലെങ്കിൽ ബെസ്റ്റ് MSE എന്ന് പറയുന്നതെല്ലാം നമ്മൾ
ബെസ്റ്റ് എം എസ് സി നമ്മൾ ഹയസ്റ്റ് വാല്യൂലേക്ക് ഇൻഫിനിറ്റ് വാല്യൂലേക്ക് അയക്കുന്നു. ബെസ്റ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ നണ്ണിലേക്ക്, അതായത് ഇനിഷ്യലി ഒന്നുമില്ല. ദെൻ അപ്പൊ ഫസ്റ്റ് കേസ് വരുമ്പോൾ ഈ ഫസ്റ്റ് ആൽഫ 0.1 ഇട്ടിരിക്കുന്ന ആവറേജ് ആണ് അതിന്റെ ബെസ്റ്റ് എം എസ് സി ബെസ്റ്റ് ആൽഫ എന്നുള്ള 0.01 ദെൻ അടുത്ത ആൽഫ എടുക്കും 0.1 എടുക്കുന്നു. ദെൻ വീണ്ടും ട്രെയിനിങ് ഡാറ്റ സെറ്റിന് 5 ഡിവൈഡ് ചെയ്യുന്നു. 5 ഡിവൈഡ് ചെയ്തിട്ട് 5 ഓരോ ഫോൾഡ് 4 ഫോൾഡ് ടെസ്റ്റ് എടുക്കുന്നു, ഒരു ഫോൾഡ് വാലിഡേഷൻ എടുക്കുന്നു. ദെൻ അതിന്റെ ബീറ്റ വാല്യൂ കണ്ടുപിടിക്കുന്നു, പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നു, ദെൻ എം എസ് സി കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതിനെ വീണ്ടും നമ്മൾ എം എസ് സിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും അടുത്ത സെക്കൻഡ് ഫോൾഡ് എടുക്കുന്നു. സെക്കൻഡ് ഫോൾഡ് നമ്മൾ വാലിഡേഷൻ ഫോൾഡും 1, 3, 5, 4, 5 എന്ന് പറഞ്ഞ ടെസ്റ്റ് ഫോൾഡും ആക്കുന്നു, ട്രെയിനിങ് ഫോൾഡും ആക്കുന്നു. ദെൻ വീണ്ടും ബീറ്റ കണ്ടുപിടിക്കുന്നു, അതിനെ പഠിച്ച വാല്യൂ കണ്ടുപിടിക്കുന്നു, എം എസ് സി കണ്ടുപിടിക്കുന്നു, സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും അടുത്ത ഫോൾഡ് എടുക്കുന്നു. അപ്പോൾ ഈ ഫോൾഡിൽ തേർഡ് ഫോൾഡർ വാലിഡേഷൻ എടുക്കുന്നു, ബാക്കി എല്ലാ ഫോൾഡറും നമ്മൾ ടെസ്റ്റ് എടുക്കുന്നു. അപ്പൊ ഈ പ്രോസസ് 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. റിപ്പീറ്റ് ചെയ്യുമ്പോൾ 5 ഡിഫറെന്റ് എം എസ് സി കിട്ടുന്നു. ദെൻ അതിന്റെ ആവറേജ് എടുക്കുന്നു. ആവറേജ് എടുത്തിട്ട് നമ്മൾ ആൾറെഡി 0.01 ആൽഫയിൽ ഒരു ആവറേജ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ആവറേജിനേക്കാൾ ചെറുതാണോ ഇതെന്ന്, ചെറുതാണെങ്കിൽ ഇതാണ് ബെസ്റ്റ് ആവറേജ്, ദെൻ ബെസ്റ്റ് ആൽഫ. അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഏറ്റവും ലോവസ്റ്റ് ആവറേജ് എം എസ് സി കിട്ടുന്നു. ആ എം എസ് സി കിട്ടുന്നതാണ് ബെസ്റ്റ് കോഎഫിഷ്യന്റ്. ദെൻ അതിന്റെ ആൽഫ കറസ്പോണ്ടിങ് ആൽഫ എടുക്കും. അപ്പൊ ഈ രണ്ട് ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആൽഫ നമുക്ക് കിട്ടും. ദെൻ സെലക്ട് ദ വാല്യൂ ഓഫ് ആൽഫ ദാറ്റ് ഗീവ്സ് ദ മിനിമം ആവറേജ് വാലിഡേഷൻ ഓഫ് എം എസ് സി. Then train the final regression model on the complete training data using, അതായത് നമ്മൾ 80% ഡാറ്റ യൂസിങ് ദ സെലക്ടഡ് ആൽഫ. സെലക്ടഡ് ആൽഫ യൂസ് ചെയ്യാൻ കാരണം ഇവിടെ നമ്മൾ ആൽഫ യൂസ് ചെയ്യണം. ഇത് വെച്ചിട്ട് ഈ ഇക്വേഷൻ വെച്ചിട്ട് ട്രെയിനിങ്ങിന്റെ ഈ ആൽഫ കിട്ടുന്ന ആൽഫ വെച്ചിട്ട് നമ്മൾ ബീറ്റ കണ്ടുപിടിക്കും. ഈ ബീറ്റ കണ്ടുപിടിച്ചിട്ട് പ്രഡിക്ട് ടാർഗറ്റ് വാല്യൂ ഓഫ് ദ ടെസ്റ്റ് ഡാറ്റ, അതിന്റെ പ്രഡിക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കുന്നു, അതേ ഫൈനൽ ടെസ്റ്റ് വാല്യൂ കൊണ്ടുവന്ന് then calculate the MSC and R2 score. അത് MSC R2 score കണ്ടുപിടിക്കുന്ന ഫംഗ്ഷൻ ഇതിനകത്ത് ആൾറെഡി ഉണ്ട്, അത് വെച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മൾ ആൾറെഡി ലീനിയർ റിഗ്രഷന്റെ ആൾറെഡി നമ്മൾ ഫസ്റ്റ് പാർട്ടായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഈ ഒരു അൽഗോരിതം വെച്ചിട്ട് റെഞ്ച് റിഗ്രഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് അതിന്റെ എം എസ് സി R2 സ്കോറും കണ്ടുപിടിക്കുക. R2 സ്കോറും കണ്ടുപിടിക്കുന്നു, വ്യത്യാസം ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഇതാണ് റെഞ്ച് റിഗ്രഷന്റെ അൽഗോരിതം. ഇത് നമുക്ക് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാം. നേരത്തെ ലീനിയർ റിഗ്രഷൻ ചെയ്തിരിക്കുന്ന പ്രോഗ്രാം ഇതാണ്. ഈ പ്രോഗ്രാം ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ റെഞ്ച് റിഗ്രഷന്റെ കൂടി ചെയ്യാൻ റിഗ്രഷൻ കമന്റ് സ്റ്റേറ്റ്മെന്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ അൽഗോരിതം 1 by സെറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ലോഡ് ഡാറ്റ സെറ്റ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദെൻ ആഡ് ഇന്റർസെപ്റ്റ് കോളം വൺസ് ടു ദ ഫീച്ചർ മെട്രിക്സ് എക്സ്. ഇനി നമുക്ക് ഇവിടെ 6ാമത്തെ സ്റ്റെപ്പ് പോലെയാണ് ചെയ്യാനുള്ളത്. 6ാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫ സെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ ആൽഫ കൊണ്ട് ആൽഫ ഇങ്ങനൊരു ആൽഫാസ് എന്നുണ്ട് വേരിയബിൾ കൊടുക്കുകയാണ്. അതിന് 0.01, 0.1, then 1, then 10, then 100. ഇങ്ങനെ 5 വാല്യൂ സെറ്റ് ചെയ്യുന്നു ആൽഫാസ്. മനസ്സിലായില്ല? ഇനി നമുക്ക് കെ ഫോൾഡ്, നമ്മുടെ 5 ഫോൾഡ് ക്രോസ് വാലിഡേഷന് വേണ്ടിയിട്ട് കെ ഫോൾഡ് എന്നുണ്ട് ഫംഗ്ഷൻ നമ്മൾ മെത്തേഡ് വിളിക്കാം. അത് സെക്കൻഡിന്റെ അകത്ത് മോഡൽ സെലക്ഷനകത്ത് കിടപ്പുണ്ട്. മോഡൽ സെലക്ഷൻ നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. മോഡൽ സെലക്ഷൻ ഇങ്ങനെ ട്രെയിൻ ടെസ്റ്റ് സ്പ്ലിറ്റിന്റെ കൂടെ കെ ഫോൾഡ് ആഡ് ചെയ്യും. ഈ കെ ഫോൾഡ് ഫംഗ്ഷൻ ഇവിടെ വിളിച്ചാൽ മതി. കെ എഫ് ഇസ് ഈക്വൽ ടു കെ ഫോൾഡ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ്
കെ ഫോൾഡ് നമ്പർ ഓഫ് സ്പ്ലിറ്റ്, എത്ര സ്പ്ലിറ്റ് എത്ര സ്പ്ലിറ്റ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. സ്പ്ലിറ്റ് നമ്മൾ 5 ഫോൾഡ് സ്പ്ലിറ്റ് ആണ്, 5 ആണ്. ദെൻ ഷഫിൾ ചെയ്യണമെന്നിരിക്കുന്നത് ഷഫിൾ ഇസ് ഈക്വൽ ടു ട്രൂ, അത് ഡാറ്റ ഷഫിൾ ചെയ്യാൻ പറയാം. ദെൻ റാൻഡം സ്റ്റേറ്റ് എന്ന് പറയുന്നത് റാൻഡം സ്റ്റേറ്റ് is equal to 42. ഓരോ പ്രോസസ് റൺ ചെയ്യുന്ന സെയിം ഡാറ്റ തന്നെ വരണം, പക്ഷെ ആ വരുന്ന ഡാറ്റ ഷഫിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കെ ഫോൾഡ് നമ്മൾ 5 ഫോൾഡായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമുക്ക് 2 വേരിയബിൾ സെറ്റ് ചെയ്യണം, ബെസ്റ്റ് ആൽഫ. അത് ഇനിഷ്യലി നന്നാക്കി വെക്കുകയാണ്. അതുപോലെ ബെസ്റ്റ് MSC ബെസ്റ്റ് MSC എന്നാണ് നമ്മൾ ആവറേജ് വാല്യൂ ഈ ബെസ്റ്റ് MSC ഇനിഷ്യൽ ബെസ്റ്റ് MSCയേക്കാൾ കൂടുതലാണോ എന്നാണ് കുറവാണോ എന്ന് വെച്ചിരിക്കുന്നത്. അപ്പം ആവറേജിനേക്കാൾ കൂടിയൊരു വാല്യൂ ആണ് നമുക്ക് ഇവിടെ ഇത് നമുക്ക് 0 ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആവറേജ് 0യേക്കാൾ മുമ്പ് കൂടുതൽ വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇപ്പോഴും ബെസ്റ്റ് MSC നിന്ന് 0 ആയിട്ട് വിനിയോഗിക്കുക. അപ്പൊ ഇതിന് ഒരു ഹയർ വാല്യൂയിലേക്ക് ഇനിഷ്യലി സെറ്റ് ചെയ്യിക്കുക. അപ്പൊ ഇതൊരു ഫ്ലോട്ട് ആണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഫ്ലോട്ട് അതിന് ഇൻഫിനിറ്റ് വാല്യൂയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യും. ഇനിയുള്ള ലൂപ്പ് 7th സ്റ്റെപ്പാണ് ഫോർ ഈച്ച് വാല്യൂ ഓഫ് ആൽഫ. അപ്പൊ ഇവിടെ നമ്മൾ ലൂപ്പ് എഴുതാണ് ഫോർ ആൽഫ. ഇത് ആൽഫ എന്നുള്ള കൗണ്ടിങ് വേരിയബിൾ ആണ് ആൽഫ. മറ്റേ ആൽഫാസ് എന്നുള്ള ലിസ്റ്റ് ഇതാണ് ആൽഫാസ് ലിസ്റ്റ് ഇത് വേരിയബിൾ. ഫോർ ആൽഫ ഇൻ ആൽഫാസ് ആണ്. ഇവിടെ നമ്മൾ MSC എന്നിട്ട് അറേഞ്ച് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, കാരണം നമുക്ക് 5 ഫോൾഡ് ഉള്ളതുകൊണ്ട് 5 വാല്യൂ ഇതിനകത്ത് വരണം, എന്നിട്ട് അതിന്റെ ആവറേജ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അത് MSC എന്നിട്ട് അറേഞ്ച് ഇനിഷ്യലൈസ് ചെയ്യുക. എന്നിട്ട് അടുത്ത് നമ്മൾ ഫോൾഡ് എടുക്കുകയാണ്. ആ ഫോൾഡിനകത്ത് ട്രെയിനിങ് ഇൻഡെക്സ് ഉണ്ട്, ഒന്ന് വാലിഡേഷൻ ഇൻഡെക്സ് ഉണ്ട്. അപ്പൊ ട്രെയിനിങ് ഇൻഡെക്സ് നമ്മൾ 4 നമ്മൾ എടുക്കുന്നു, വാലിഡേഷൻ ഇൻഡെക്സ് 1 എടുക്കുന്നു. ഇത് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ 2 വേരിയബിൾ എടുക്കുകയാണ്, ട്രെയിൻ TR ഇൻഡെക്സ് വാൽ ഇൻഡെക്സ്. ഡോട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം എക്സ്ട്രെയിനിന്. ഇപ്പൊ 5 ഫോൾഡ് എക്സ്ട്രെയിനിന് 5 ഫോൾഡായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ട്രെയിനിങ് ഇൻഡെക്സ് വാലിഡേഷൻ ഇൻഡെക്സ് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് എക്സ്ട്രെയിനകത്ത് നമ്മൾ റാൻഡമായിട്ട് എടുത്തോളൂ. എക്സ്ട്രെയിനകത്ത് എക്സ്ട്രെയിൻ ഓൾറെഡി നമ്മളുണ്ട്, ഇത് അണ്ടർസ്കോർ ഇല്ലാതെ വരുന്ന നമ്മുടെ ഈ കെ ഫോൾഡിനകത്തുള്ള ട്രെയിനിങ് ഡാറ്റ സെറ്റ് ആണ്. അത് എക്സ്ട്രെയിൻ TR ഇൻഡെക്സ് ട്രെയിനിങ് ഇൻഡെക്സ് എടുത്ത് സിസ്റ്റം മെഷീൻ തന്നെ എടുത്തോളും. അതിന് 4 എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടും. ദെൻ അടുത്ത് എക്സിന്റെ വാലിഡേഷൻ is equal to x TR valid index. ഇത് രണ്ടും വന്നു. ഇനി ഇത് എക്സ് വാല്യൂ, ദെൻ അതിന്റെ y വാല്യൂ കറസ്പോണ്ടിങ് y വാല്യൂ ytr is equal to ytr is equal to ytr y underscore training in the training index and then y value is equal to ytr valid index. ഓക്കെ, ഇത്രയും പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് ഈ
multiplication beta is x transpose x into alpha into I. ഇവിടെ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ഉണ്ട്. ഐഡന്റിറ്റി മെട്രിക്സ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നു. S is I is equal to n pi dot EOE ഇതാണ് ഐഡന്റിറ്റി മെട്രിക്സ്. ഇനി അതിന്റെ ഷേപ്പ് ആണ് പറയുന്നത്. അത് നമ്മൾ എക്സ് ട്രെയിനിങ് ഡാറ്റ സെറ്റിനകത്ത് എത്ര കോളം ഉണ്ടോ അത്രയും കോളമാണ് വരുന്നത്. കോളം എടുക്കാൻ വേണ്ടി ഷേപ്പ് 1 ഷേപ്പ് 0 പോയി ഷേപ്പ് 1 കോളമാണ് ഇരിക്കുന്നത്. കാരണം അതിനകത്ത് എത്ര കോളം ഉണ്ടോ അത്രയുള്ളൊരു സൈസുള്ളൊരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. ബീറ്റ മറ്റേ ലീനിയറിൽ ബീറ്റ LR എന്ന് എഴുതി. ഇവിടെ ഞാൻ ബീറ്റ റെഡ്ജ് ബീറ്റ റെഡ്ജ് ഇസ് ഈക്വൽ ടു എന്നുള്ള ഈക്വേഷൻ NP ഡോട്ട് ലീനിയർ ആൾജിബ്ര ഡോട്ട് ഇൻവേഴ്സ് XTR training that package ഫോൾഡിന്റെ ട്രെയിനിങ് ഫോൾഡിന്റെ ട്രാൻസ്പോസ് ആണ് എടുക്കുന്നത്. ട്രാൻസ്പോസ് ഇൻറ്റു XTR ഇതാണ് ഇക്വേഷൻ. XTR ദെൻ ആൽഫ പ്ലസ് ആൽഫ ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ദെൻ അതിന്റെ ഇൻവേഴ്സ് ആയി ഇൻറ്റു ഇനി നമുക്ക് വേണ്ട വീണ്ടും എക്സ് ട്രാൻസ്പോസ് XTR ഡോട്ട് P മൾട്ടിപ്ലൈഡ് ബൈ YTR. അപ്പൊ നമുക്ക് അതിന്റെ ബീറ്റ കിട്ടി. ഈ ബീറ്റ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് വേണ്ട പ്രഡിക്റ്റഡ് ടാർഗറ്റ് വാല്യൂ. നമ്മുടെ അടുത്ത ഇക്വേഷൻ പ്രഡിക്റ്റഡ് ടാർഗറ്റ് നമ്മൾ ട്രെയിനിങ് ഡാറ്റ സെറ്റിന്റെ ഒരു ഫോൾഡർ വെച്ചിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇതിന്റെ ട്രെയിനിങ് ഡാറ്റ സെറ്റ് എടുത്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യാൻ ബീറ്റ കണ്ടുപിടിച്ചു. ദെൻ അതിന്റെ വാല്യൂ എടുത്തിട്ട് നമ്മൾ വീണ്ടും പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എക്സ് വാല്യൂ ബീറ്റ ഇപ്പം പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് നമ്മൾ y cap is equal to x into ബീറ്റ എന്ന് എഴുതുന്നത്. x into തീറ്റ എന്ന് എഴുതുമ്പോൾ തന്നെയാണ് ബീറ്റ എന്ന് പറയുന്ന കോയിഫിഷ്യന്റ് എക്സിന് വേണം എക്സ് വാല്യൂ. അത് പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് ആണ് y cap. പ്രഡിക്റ്റഡ് y cap കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഈ കിട്ടിയിരിക്കുന്ന ഇതിന്റെ MSE കണ്ടുപിടിക്കും. മീൻ സ്ക്വയർ എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മീൻ സ്ക്വയർ ഇവിടെ ഫംഗ്ഷൻ ഉണ്ട്. ആ മീൻ സ്ക്വയർ എറർ എന്നുള്ള ഫംഗ്ഷൻ എടുക്കാം. മീൻ സ്ക്വയർഡ് എറർ ഇവിടെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടത് y വാല്യൂ പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് ആണ്. പ്രഡിക്റ്റഡ് ഇത് പാസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ MSE കിട്ടുന്നു. ഈ കിട്ടുന്ന MSE നമ്മുടെ ഈ അറയിലോട്ട് ആഡ് ചെയ്യുന്നു. നമ്മൾ MSE ഡോട്ട് അപ്പൻഡ് ഇതിനകത്ത് കിട്ടുന്ന റിസൾട്ടിനെ അതിനകത്ത് സ്റ്റോർ ചെയ്യും. മനസ്സിലായി? അപ്പൊ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതിനകത്ത് നമ്മുടെ MSEക്കകത്ത് 5 വാല്യൂ ഉണ്ടായിരിക്കും. കാരണം 5 ഫോൾഡ് ആയതുകൊണ്ട് 5 വാല്യൂ ഉണ്ടായിരിക്കും. ദെൻ അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാം. ആവറേജ് ഇസ് ഈക്വൽ ടു ആവറേജ് കണ്ടുപിടിക്കാൻ നമ്മളെ ഫംഗ്ഷൻ വിളിച്ചാൽ മതി. n pi into mean ഓഫ് MSE കൊണ്ട് കൊടുത്താൽ ലിസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആവറേജ് കണ്ടുപിടിച്ച് കൊടുത്തിട്ട് നമ്മൾ ആവറേജ് കിട്ടും. അടുത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന കാൽക്കുലേറ്റ് ആവറേജ് എത്തി. കാൽക്കുലേറ്റ് ആവറേജ് വാലിഡേഷൻ MSE ഓവറാൾ 5k ഫോൾട്സ് കണ്ടുപിടിച്ചു. അപ്പൊ ഇനി ഈ ലൂപ്പിൽ നിന്ന്
അടുത്ത് ഫോർ ഗ്രൂപ്പ് ഇത് കണ്ടുപിടിച്ച് അപ്പൊ 5 എണ്ണത്തിന്റെ ആവറേജ് കണ്ടുപിടിക്കും. ഈ ആവറേജ് കണ്ടുപിടിച്ച് അടുത്ത ആൽഫ എടുക്കുന്നതിന് മുന്നേ നമ്മൾ സെലക്ട് ദ വാല്യൂ ഓഫ് ആൽഫ ദാറ്റ് ഗീവ്സ് ദ മിനിമം ആവറേജ് വാലിഡേഷൻ ഓഫ് MSC. അതാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് നിലവിലെ ആവറേജ് ഈ MSC ബെസ്റ്റ് MSCയേക്കാൾ ചെറുതാണോ നോക്കുക, വലുതാണോ നോക്കുക. വലുതാണെങ്കിൽ അതിനെ നമ്മൾ റീസെറ്റ് ചെയ്യും. അപ്പം ഈ ആവറേജ് ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ആവറേജ് ലെസ് ദാൻ ബെസ്റ്റ് MSCയേക്കാൾ ചെറുതാണെങ്കിൽ ഈ വാല്യൂ ആണ് ബെസ്റ്റ് MSC is equal to ആവറേജ്. ഇതായിരിക്കും ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബെസ്റ്റ് ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ ആൽഫ. ഇത്രയാണ് ആ കണ്ടീഷനകത്ത്. ഇത് ഈ 2 ലൂപ്പും കഴിയുമ്പോൾ നമുക്ക് ബെസ്റ്റ് MSCയും കിട്ടും, ബെസ്റ്റ് ആൽഫയും കിട്ടും. ബെസ്റ്റ് MSC ആൻഡ് ബെസ്റ്റ് ആൽഫ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അടുത്ത സെലക്ട് ദ വാല്യൂ ഓഫ് ആൽഫ ദാറ്റ് ഗീവ്സ് ദ മിനിമം ആവറേജ് വാല്യൂ MSC. Train the final ridge regression model on the complete training data using the selected alpha. ഈ ആൽഫ വെച്ചിട്ട് നമ്മൾ കംപ്ലീറ്റ് ട്രെയിനിങ് ഡാറ്റ 80% ട്രെയിനിങ് ഡാറ്റയെ നമ്മൾ വീണ്ടും ട്രെയിൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു കറസ്പോണ്ടിങ് ആൽഫ കിട്ടി. അപ്പൊ ഈ ക്വസ്റ്റൻ വെച്ചിട്ട് ഈ ആൽഫ വെച്ചിട്ട് ഫുൾ ഡാറ്റ 5 ഫോൾഡ് വെച്ചിട്ടാണ് ചെയ്തത്. അതിന് പകരം ഫുൾ ഡാറ്റ സെറ്റിനെയും ട്രെയിനിങ് ഡാറ്റയും നമ്മൾ കണ്ടുപിടിക്കുക, ട്രെയിൻ ചെയ്തിട്ട് ബീറ്റ കണ്ടുപിടിക്കുക, റിഗ്രഷൻ കോഎഫിഷ്യന്റ്. അതാണ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ ബീറ്റ ഫൈനൽ റിഡ്ജ് ഇസ് ഈക്വൽ ടു നമ്മുടെ ഈക്വേഷൻ അതാണ് NP ഡോട്ട് ലീനിയർ ആൽജിബ്ര ഡോട്ട് ഇൻവേഴ്സ് ഓഫ്. ഇവിടെ നമ്മൾ എക്സ്ട്രെയിൻ ആണ്, എക്സ്ട്രെയിൻ ഡോട്ട് ടി എക്സ്ട്രെയിൻ പ്ലസ് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആൽഫയാണ്. ഈ ബെസ്റ്റ് ആൽഫ ഇതിനകത്ത് ഇപ്പോണ്ട്. ബെസ്റ്റ് ആൽഫ ഇൻറ്റു ഐ ഒക്കെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കണ്ടുപിടിക്കേണ്ടി വരും. നമ്മൾ വീണ്ടും റീകാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഐ ഈസ് ഈക്വൽ ടു n by NP ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന XTR എന്ന് സെയിം തന്നെയായിരിക്കും. X_TR ഡോട്ട് ഷേപ്പ്. നമ്മൾ കേപ്പ് ഹോൾഡ് എടുക്കുമ്പോൾ ഒരു കാരണവശാലും കോളം അല്ലെങ്കിൽ ഫീച്ചർ മാറത്തില്ല. അപ്പൊ XTRന്റെ ഷേപ്പ് സെയിം തന്നെ ആയിരിക്കും. എന്നാലും നമ്മൾ ഒന്നുകൂടെ കൊടുക്കുന്നേ ഉള്ളൂ. അതാണ് കറക്റ്റ് മെത്തേഡ്. then alpha into XTR X_TR dot transpose into Y_TR. ഫൈനൽ റിഡ്ജ് കോഎഫിഷ്യന്റ് കിട്ടും, റിഗ്രഷൻ കോഎഫിഷ്യന്റ് കിട്ടും, ബീറ്റ റിഡ്ജ്. അതാണ് നമ്മുടെ ഫൈനൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് ഫോർ ദ കംപ്ലീറ്റ് ട്രെയിനിങ് ഡാറ്റ സെറ്റ്. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് കിട്ടി. ട്രെയിൻ ദ ഫൈനൽ റിഡ്ജ് കോഎഫിഷ്യന്റ് നമ്മളെ 9th സ്റ്റെപ്പ് കിട്ടി. ദെൻ predict the target value of the test data. അപ്പൊ ഇതിന്റെ predicted value കണ്ടുപിടിക്കണം. predicted
റെഡ്ജ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എക്സ് ടെസ്റ്റ് ആണ്. എക്സിന്റെ ടെസ്റ്റ് വാല്യൂ ആണ് കൊടുക്കുന്നത്. എക്സ് അണ്ടർസ്കോർ ടി റേറ്റ് ബീറ്റ റെഡ്ജ് ടെസ്റ്റ് ഡാറ്റ സെറ്റ് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് ടെസ്റ്റ് ഡാറ്റ സെറ്റ് വെച്ചിട്ട് നമ്മൾ അതിന്റെ പ്രൊഡിക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടും, പ്രൊഡിക്റ്റഡ് വാല്യൂ കിട്ടും. ഇനി നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് MSE ആൻഡ് R2 ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. MSE അണ്ടർസ്കോർ റെഡ്ജ് ഈക്വൽ ടു മീൻ സ്ക്വയർഡ് എറർ y അണ്ടർസ്കോർ ടെസ്റ്റ് അതിന്റെ പ്രൊഡിക്റ്റഡ് വാല്യൂ റെഡ്ജ് R2 ലീനിയർ ഉണ്ട് റെഡ്ജ് is equal to R2 underscore score ഇവിടെ നമ്മൾ y test predicted റെഡ്ജ് R2 കിട്ടി. ഇനി നമ്മൾ അതിന്റെ വാല്യൂസ് പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ലീനിയർ എന്ന് പറഞ്ഞാൽ റെഡ്ജാക്കി ഇവിടെ പ്രിന്റ് ചെയ്യും. ലീനിയർ എന്ന് പറഞ്ഞാൽ റെഡ്ജ് MSE റെഡ്ജ് R2 അണ്ടർസ്കോർ റെഡ്ജ്. ഇത് നമുക്ക് ഡിസ്പ്ലേ ബെസ്റ്റ് ആൽഫ ഏതാണെന്ന് വേണമെങ്കിൽ കൊടുക്കാം. ആൽഫ ഈക്വൽ ടു ബെസ്റ്റ് ആൽഫ എന്ന് ഇനി നമുക്ക് വേണമെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യന്റ് കൂടെ കൊടുക്കാം. കോഎഫിഷ്യന്റ് ഈക്വൽസ് ടു ബീറ്റ റെഡ്ജ്. ഇത് ഈ കോഎഫിഷ്യന്റ് വേണമെങ്കിൽ നമുക്ക് മുകളിലത്തേലും കൂടെ കൊടുക്കാം. അവിടെ ആൽഫ ഇല്ല, ലീനിയറിന്റെ കൂടെ കൊടുക്കാം. അണ്ടർസ്കോർ എല്ലാം ഓക്കെ. സേവ് ചെയ്തിട്ട് റൺ ചെയ്ത് നോക്കാം. experiment 3 experiment 3.5 ഇവിടെ ലീനിയർ MSE ഇതാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ റെഡ്ജിന്റെ MSE ഇത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ 0.735 ആണ്, ഇവിടെ 0.730 അല്ലേ. ഇതിനേക്കാൾ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് ഇതിനുണ്ട് ഈ MSEക്കകത്തുണ്ട്. അതുപോലെ ഇതിനേക്കാൾ കൂടുതലായിരിക്കും ഇത് വന്നിരിക്കുന്നത്. അല്ല R2² എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലാണ് ഇത് വന്നിരിക്കുന്നത്. കോഎഫിഷ്യന്റ് ഇത്രയും കോഎഫിഷ്യന്റ് ആണ് ഇതിനകത്ത് വരുന്നത്. കാരണം 8
ഫീച്ചേഴ്സ് ഉണ്ട്. 9 ഫീച്ചേഴ്സ് ഉണ്ട്. ആ 9 ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിലും 9 ഫീച്ചേഴ്സ് ഉണ്ട്. ചെറിയൊരു ഡിഫറൻസ് എല്ലാത്തിലും വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ആൽഫ നോക്കി കഴിഞ്ഞാൽ കണ്ടില്ലേ, 100 ആണ് ആൽഫ വന്നിരിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ആൽഫ എന്ന് പറഞ്ഞാൽ 100 ആണ്. ഞാൻ വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഇവിടെ ഇട്ട് നോക്കാം. ആൽഫ ഇപ്പൊ മാക്സിമം 100 ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ ഒരെണ്ണം കൂടെ ഉപയോഗിക്കാം. 1000 കൂടെ ഇടുകയാണ്. 1000 ആൽഫ എടുക്കുമെന്നും കൂടെ നോക്കാം. എന്നിട്ട് ഒന്നുകൂടെ റൺ ചെയ്യാം. MSc നേരത്തെ റെഡ്ജ് MSc 730641 ആണ് വന്നിരിക്കുന്നത്. 730. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആൽഫ 100. ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആൽഫ 100 തന്നെയാണ്. ബെസ്റ്റ് ആൽഫ 100 തന്നെയാണ്. 1000 എടുത്തെങ്കിലും 1000-നേക്കാൾ ബെസ്റ്റ് 100 ആണ്. അപ്പൊ അതുകൊണ്ടാണ് ബെസ്റ്റ് ആൽഫ 100 നിൽക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റെഡ്ജ് റെഗുലേഷൻ, ഇംപ്ലിമെന്റേഷൻ ഓഫ് റെഡ്ജ് റെഗുലേഷൻ. എന്നിട്ട് ഇതിന്റെ കമ്പാരിസൺ മനസ്സിലായി. അപ്പൊ നമുക്ക് ഈ കോഎഫിഷ്യന്റ് ഒരുപാട് വന്നതുകൊണ്ട് കോഎഫിഷ്യന്റ് കളയാം. കോഎഫിഷ്യന്റ് ഇല്ലാതെ ഇല്ല. ലീനിയർ ഇതാണ്, അതിന്റെ റെഡ്ജിന്റെ MSc ഇതാണ്. ഇപ്പൊ ചെറിയൊരു കുറവാണ് ഇത് വന്നിരിക്കുന്നത്. ഇപ്പൊ ലീനിയർ കൂടുതലും കുറവാണ്, റെഡ്ജിൽ കുറവാണ്. അതുപോലെ അതാണ് നമ്മൾ ഈ പെനാൽറ്റി പെനാൽറ്റി ആഡ് ചെയ്ത് വന്നപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരുന്ന സാധനം ഇതാണ്, റെഡ്ജാണ്. ലീനിയറിനേക്കാൾ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വരുമ്പോൾ റെഡ്ജ് കുറച്ച് സ്ലൈറ്റ് വേരിയേഷൻ റെഡ്ജിനകത്തുണ്ട്. കണ്ടില്ലേ, ആൽഫ 100. അപ്പൊ ഇതാണ് റെഡ്ജ് റെഗുലേഷൻ. അടുത്ത നമുക്ക് ലാസോ റെഗുലേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഓവർ ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലാസോ റെഗുലേഷൻ മെത്തേഡ്. ലാസോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് അബ്സല്യൂട്ട് ഷ്രിങ്കേജ് ആൻഡ് സെലക്ഷൻ ഓപ്പറേറ്റർ. അതിന്റെ ഷോർട്ടസ്റ്റ് ഫോമാണ് ലാസോ റെഗുലേഷൻ. എന്താണ് ലാസോ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ, ലാസോ റെഗുലേഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ലീനിയർ റെഗുലേഷൻ that uses LN regularization to improve prediction accuracy and prevent overfitting. ഇപ്പൊ നമ്മുടെ റെഡ്ജ് പോലെ തന്നെയാണ് പ്രിവെൻഷൻ ഓഫ് ഓവർ ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ മൾട്ടിപ്പിൾ ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഡാറ്റ റെഗുലേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ഓവർ ഫിറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ടെക്നിക്കാണ് ലാസോ റെഗുലേഷൻ. ഇറ്റ് വർക്ക്സ് ബൈ ആഡിങ് എ പെനാൽറ്റി ഈക്വൽ ടു the sum of the absolute value of the regression coefficient to the loss function. നമ്മൾ റെഡ്ജിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കോഎഫിഷ്യന്റ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് നമ്മൾ L2 റെഗുലേഷൻ ടേം എന്നാണ് നമ്മൾ റെഡ്ജിനകത്ത് പറഞ്ഞിരുന്നത്. പക്ഷെ ലാസോയിനകത്ത് വരുമ്പോൾ അത് L1 റെഗുലേഷൻ ആണ്. അത് ആഡ് ചെയ്യുന്നത് ആൽഫ ഇൻറ്റു സം ഓഫ് absolute value of the beta, absolute value of regression coefficient. As a result, some coefficient can become exactly 0, automatically remove the less important features from the model. So ഇവിടെ നമ്മൾ absolute value ആഡ് ചെയ്യുമ്പോൾ അതിനകത്ത് അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സോ അത് ഷ്രിങ്ക് ടു അല്ലെങ്കിൽ അത് സീറോയിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി അത് ആ മോഡലിൽ നിന്ന് റിമൂവ് ആവും. ഇതാണ് ടെക്നിക്ക്. ഇവിടെ നമ്മുടെ റെഡ്ജും ലാസോയും ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആൽഫ ഇൻറ്റു സം ഓഫ് ഐ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബീറ്റ.
ഇത് നമ്മളെ കോസ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ ഈ കോസ്റ്റ് ഫംഗ്ഷൻ നോക്കിട്ട് ഇതാണ് ആഡ് ചെയ്യുന്നത്. ഇവിടെ ആൽഫ എന്നുള്ള നമ്മളെ റെഞ്ചിനകത്തുള്ള സെയിം തന്നെയാണ്. ഈ റെഗുലറേഷൻ സ്ട്രെങ്ത് ഇറ്റ് ഷുഡ് ബി എ പോസിറ്റീവ് പ്ലോട്ട്, നോർമലി 0.01, 0.1, 1, 10, 100. നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ആൽഫ വരുമ്പോൾ ഈ വാല്യൂ തന്നെ ചെയ്താൽ മതി. Then beta is the model coefficient of regression. The term alpha in the sum of absolute value of beta is known as the L1 regularization term for the Naso regression. When alpha when alpha is equal to 0, L1 term regression term will be 0 and the Naso regression becomes standard linear regression. Same തന്നെയാണ്. ഇത്രയും മാത്രം ഓർത്താൽ മതി. മറ്റതിനകത്ത് ആൽഫ ഇൻറ്റു സം ഓഫ് ബീറ്റ സ്ക്വയർ വന്നിട്ട് ഇവിടെ ആൽഫ ഇൻറ്റു സം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ബീറ്റ, ഇതേ ഉള്ളൂ ഡിഫറൻസ്. ഇതിന്റെ അൽഗോരിതം ഇതാണ്. ലോഡ് ഡയബറ്റീസ് ഡാറ്റ സെറ്റ്, separate the data set into matrix X and target vector Y, split the data set into 80% training data and 20% test data. Create ഇവിടെ മുതലാണ് നമ്മൾ ശരിക്കും വരുന്നത്. Create Lasso CV model with range of alpha values. ഇവിടെ നമ്മൾ വെക്ടർ മോഡൽ അല്ല ചെയ്യുന്നത്. കാരണം അത് അബ്സല്യൂട്ട് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് വെക്ടർ മോഡലിൽ കൊണ്ടുവന്ന് കൺവേർട്ട് ചെയ്തിട്ട് 0യിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കോർഡിനേറ്റ് ഡിസെൻഡ് മെത്തേഡ് വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ മെത്തേഡ് എന്താണെന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം അത് മാത്തമാറ്റിക്കൽ കൺവേർഷൻ, അത് വേറൊന്നുമില്ല. ഓരോ ഫോർ എക്സാമ്പിൾ n നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇനിഷ്യലി 0 ആയിട്ട് വയ്ക്കുന്നു. ദെൻ അതിന്റെ ഒരു ഫീച്ചറിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ബാക്കി എല്ലാ ഫീച്ചേഴ്സിനും 0 ആക്കി കൊണ്ടുവരുന്നു. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഓരോ വാല്യൂ എപ്പോഴാണ് 0 വരുന്നത് ആ വാല്യൂവിനെ നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. ഇതാണ് കോർഡിനേറ്റ് ഡീസന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മള് മെത്തേഡൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാരണം ഇത് കുറച്ച് സിമ്പിൾ ആയിട്ട് ഞാൻ ഈ ഒരു അൽഗോരിതം കുറച്ച് സിമ്പിൾ ആയിട്ട് ഇതിനകത്തുള്ള ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം അത് നോർമലി മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അതിലേക്ക് പ്രോഗ്രാമിലേക്ക് പോകും. അത് മാത്രമല്ല അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയം എടുക്കും. മാത്തമാറ്റിക്കൽ മെത്തേഡാണ് അത് റിഗ്രഷനിലേക്ക് കോർഡിനേറ്റ് ഡീസന്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ ഈസി ആയിട്ട് നമുക്ക് ഇതിനകത്ത് ഫംഗ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ദ ലാസോ ക്രോസ് വാലിഡേഷൻ ഫംഗ്ഷൻ ആണ് മോഡൽ വിത്ത് റേഞ്ച് ഓഫ് ആൽഫ വാല്യൂസ്. ആൽഫ വാല്യൂസ് എത്രയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. Then perform 5-fold cross validation to find the optimal value of alpha. അത് നമ്മൾ റിജിനകത്ത് യൂസ് ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ 5-fold cross validation യൂസ് ചെയ്യുന്നു. Then train the model using the best alpha. അപ്പൊ ഈ ഇത്രയും ആൽഫയില് നമ്മൾ 5-fold വെച്ച് ഡാറ്റ സെറ്റ് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ട്രെയിൻ ചെയ്തിട്ട് അതിന്റെ ഓരോന്നിന്റെ ടെസ്റ്റ് വാല്യൂ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്ത് ഒരു കറസ്പോണ്ടിങ് ഒരു ഗുഡ് ആൽഫ അല്ലെങ്കിൽ ബെസ്റ്റ് ആൽഫ നമുക്ക് കിട്ടും. ആ ബെസ്റ്റ് ആൽഫ വെച്ചിട്ട് ട്രെയിൻ ദ മോഡൽ യൂസിങ് ദ ടെസ്റ്റ് ബെസ്റ്റ് ആൽഫ. അതായത് കംപ്ലീറ്റ് ടെസ്റ്റ് ഡാറ്റയെ നമ്മൾ ഈ ആൽഫ, അതായത് റിമൈനിങ് 20% ഡാറ്റയെ നമ്മൾ ഈ ബെസ്റ്റ് ആൽഫ വെച്ചിട്ട് ട്രെയിൻ ചെയ്യുന്നു. ആ ട്രെയിൻ ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു കോഎഫിഷ്യന്റ് കിട്ടും. ആ കോഎഫിഷ്യന്റ് വെച്ചിട്ട് പ്രഡിക്റ്റ് ദ ടാർഗറ്റ് വാല്യൂ ഓഫ് ദ ടെസ്റ്റ് ഡാറ്റ. Then evaluate the model using the mean square error and R2 square, score. അപ്പൊ ഈ രണ്ട് വാല്യൂ കണ്ടുപിടിക്കുന്നു, തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നു. ഇതാണ് നമ്മളെ അൽഗോരിതം. ഈ അൽഗോരിതം നമുക്ക് പ്രോഗ്രാം ആക്കി മാറ്റാം. ഇത് റിഡ്ജ് പോലെ ലെങ്തി പ്രോഗ്രാമിലേക്ക് ഇന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് ലൈബ്രറി ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് കുറച്ച് സിമ്പിൾ ആക്കി ചെയ്യുന്നത്. നമ്മളെ പ്രോഗ്രാം ഇവിടെ ഇപ്പോൾ ഉണ്ട്. റിഡ്ജില് വന്നിട്ടാണ് നമുക്ക് റിഡ്ജ് വരെയാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ലാസോ ചെയ്യാണ്. നമ്മൾ അൽഗോരിതത്തിൽ നമ്മൾ ഇവിടം വരെ ഒന്ന് ഓൾറെഡി ടൈമിംഗ് ഡാറ്റ സെറ്റ് വരയ്ക്കുന്നുണ്ട്. പിന്നെ അതിന്റെ സ്റ്റാൻഡർഡൈസേഷനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ലീനിയറും
സ്റ്റാൻഡേർഡൈസേഷൻ ഇത്രയും ഇതാകുമ്പോൾ ഇതുവരെ സ്റ്റാൻഡേർഡൈസേഷൻ ആണ്. ഇവിടെ മുതൽ നമ്മളെ ലീനിയർ റെഗ്രഷൻ ആരംഭിക്കുന്നതാണ്. ലീനിയർ റെഗ്രഷൻ ആണ് അവിടെ മുതൽ തുടങ്ങുന്നത്. അപ്പൊ ഇവിടെ വരെ സ്റ്റാൻഡേർഡൈസേഷൻ വരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ബാക്കിയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ പറയേണ്ടത് 4ാമത്തെ സ്റ്റെപ്പ് ക്രിയേറ്റ് NSO-CV മോഡൽ വിത്ത് റേഞ്ച് ഓഫ് ആൽഫ വാല്യൂസ്. അതൊരു ലൈബ്രറി ഫംഗ്ഷൻ ഞാൻ യൂസ് ചെയ്യണം. ഞാനൊരു വേരിയബിളിലേക്ക് കൊണ്ടുവരാം. ലാസോ _CV is equal to lasso CV ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന പാരാമീറ്റേഴ്സ് ആൽഫാസ് നമ്മൾ കൊടുക്കുന്നു. ഇത് ലാസോ ക്രോസ് വാലിഡേഷൻ ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ നമ്മൾ ഇതിനകത്ത് ഇമ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ എറർ വന്നത്. ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രം SQL linear model underscore model import lasso CV. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ആ എറർ ആയിരിക്കും. lasso CV ഇതിനകത്ത് നമുക്ക് പാരാമീറ്റേഴ്സ് കൊടുക്കണം. ഈ ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നമ്മൾ ആൽഫ വാല്യൂസും കൊടുക്കും. അതായത് ഫൈൻ ട്യൂണിങ് നടക്കും. ഫൈൻ ട്യൂണിങ് ഓഫ് ഹൈപ്പർ പാരാമീറ്റർ ആണ് നമ്മൾ ആൽഫ ട്യൂൺ ചെയ്യും. കൂടാതെ കെ ഫോൾഡ് ഹൈ ഫോൾഡ് വാലിഡ് ക്രോസ് വാലിഡേഷനും ഈ ഒരൊറ്റ ഫംഗ്ഷൻ ചെയ്യും. അപ്പൊ നമുക്ക് അതുകൊണ്ട് ആണ് ഞാൻ ആ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആൽഫാസ് എന്താണെന്ന് പറയുന്നത്. ആൽഫാസ് ഈക്വൽ ടു നമുക്ക് ആൽഫ ഇനിഷ്യലി സെറ്റ് ചെയ്യുന്ന 0.01 then 0.1 then 1 then 10 100 ഇത്രയും വാല്യൂ സെറ്റ് ചെയ്യും. ഇത് ആൽഫയാണ്. ഇനി ഹൈ ഫോൾഡ് പാരാമീറ്ററിന് വേണ്ടി ക്രോസ് വാലിഡേഷൻ ഹൈ ഫോൾഡ് പാരാമീറ്ററിന് നമ്പർ ഓഫ് ഫോൾഡ്സ് 5 കൊടുത്തു. ദെൻ അടുത്ത തേർഡ് റാൻഡം സ്റ്റേറ്റ് 42. ഈ ഫംഗ്ഷൻ ഹൈപ്പർ പാരാമീറ്റർ ട്യൂൺ ചെയ്യും. അതായത് ബെസ്റ്റ് ആൽഫ കണ്ടുപിടിക്കും. ഇത്രയും ആൽഫയ്ക്ക് ബെസ്റ്റ് ആൽഫ ഏതാണെന്ന് കണ്ടുപിടിക്കും യൂസിങ് ദ 5-fold ക്രോസ് വാലിഡേഷൻ. ഓക്കെ, ഇനി ഇത് ചെയ്തിട്ട് 5-fold ക്രോസ് വാലിഡേഷൻ ഇതും ചെയ്തു. ഇനി ട്രെയിൻ ദ ഡാറ്റ സെറ്റ്. അപ്പം ഇത് നമ്മൾ ഫിറ്റ് ചെയ്യണം. ലാസ്റ്റ് വാലിഡേഷൻ ഡോട്ട് ഫിറ്റ് ട്രെയിനിങ് ഡാറ്റ x underscore training comma y underscore ഇപ്പൊ ഈ കവറിലേക്ക് ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന് ബെസ്റ്റ് ആൽഫ നമുക്ക് കണ്ടുപിടിക്കണം. ഇത് AI സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇതിനകത്ത് കോഡ് ഓട്ടോമാറ്റിക്കലി വരുന്നത്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മിക്കവാറും അതൊന്നും കാണത്തില്ല. ഞാൻ നെറ്റ് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇതിനകത്തുനിന്ന് കോഡ് ജനറേറ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. അതായത് AI സപ്പോർട്ട് ഉള്ളതാണ് VS കോഡ്. അതുകൊണ്ടാണ് ഈ കോഡ് വരുന്നത്. ഇനി ബെസ്റ്റ് ആൽഫ എന്നുള്ളത് ലാസോ CV ഈ സ്റ്റേറ്റ്മെന്റ് ലാസോ CV ഡോട്ട് ആൽഫ അണ്ടർസ്കോർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സിലെ ഏറ്റവും ബെസ്റ്റ് ആൽഫ ഏതാണെന്ന് കണ്ടുപിടിച്ച് നമുക്ക് തരും. ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് പ്രഡിക്റ്റഡ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രഡിക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കും. പ്രഡിക്റ്റഡ് ലാസോ ഇസ് ഈക്വൽ ടു ലാസോ CV പ്രഡിക്റ്റ് x അണ്ടർസ്കോർ ടെസ്റ്റ് ഡാറ്റ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രഡിക്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. പ്രഡിക്റ്റഡ് ഔട്ട്പുട്ട് കിട്ടും.
ഇത് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കുന്ന MSE ആണ്. MSE ലാസോ ഇസ് ഈക്വൽ ടു മീൻ സ്ക്വയർ ദെൻ അതിന്റെ R2 സ്ക്വയർ കിട്ടും. അപ്പൊ രണ്ടും കിട്ടി, ദെൻ അതിനെ പ്രിന്റ് ചെയ്യുക. ഇത്രയാണ് നമുക്ക് ഈ പ്രോഗ്രാമിനകത്ത് ഉള്ളത് എന്ന് റൺ ചെയ്ത് നോക്കാം. ഇതിനകത്ത് ഇമ്പോർട്ട് sklearn ഡോട്ട് ലീനിയർ മോഡൽ A column to y was passed when a 1 to y was expected. അടുത്ത കൺവേർഷൻ എന്നാണ് ഇതിനകത്ത് കറക്റ്റിനകത്ത് വരുന്നത്. അതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ് ഡാറ്റ, ഇത് വൈ ട്രെയിനിങ് ഡാറ്റ നമ്മൾ ഡാറ്റ എടുത്തിരിക്കുന്നത് വൈ വാല്യൂ എടുത്തിരിക്കുന്നത് കോളം വെക്ടർ ഡാറ്റയാണ് എടുത്തിരിക്കുന്നത്. ഇത് കോളം വെക്ടറാണ്, പക്ഷെ അവിടെ നമുക്ക് പാസ് ചെയ്യുന്നത് സിംഗിൾ ഡയമെൻഷൻ 1 ഡയമെൻഷനിൽ അറേ പാസ് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കോളം വെക്ടറിനെ നമ്മൾ സിംഗിൾ ഡയമെൻഷനൽ അറേയിലേക്ക് മാറ്റുന്നത്. ഫ്ലാറ്റൻ എന്ന ഫംഗ്ഷൻ വിളിച്ചാൽ മതി, അത് സിംഗിൾ ഡയമെൻഷനൽ അറേയിലേക്ക് മാറും. നോക്കാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നോക്കുക, നമ്മളെ ലീനിയർ MSE എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അതിന്റെ റെഡ്ജ് MSE ഇതാണ്, ലാസോ MSE ഇതാണ്, അതിന്റെ കറസ്പോണ്ടിങ് R2 വാല്യൂ ഇതാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെഡ്ജ് MSE ആണ് ഏറ്റവും ലോവസ്റ്റ് എറർ വാല്യൂ വന്നിരിക്കുന്നത് 0.73065 ആണ്. ലാസോയിൽ 7333 ആണ് വന്നത്, ഇവിടെ 735. അപ്പൊ ഏറ്റവും കൂടുതൽ ലീനിയർ MSE ആണ്, അതിൽ പുറകെ ലാസോ. ഏറ്റവും ഗുഡ് ആയിട്ടുള്ള ലീസ്റ്റ് എറർ വന്നിരിക്കുന്നത് റെഡ്ജിനകത്താണ്. ഇതിനകത്ത് ആൽഫ 100, റെഡ്ജിനകത്ത് ആൽഫ 100, ലാസോയിനകത്ത് ആൽഫ 0.1. ഫസ്റ്റ് ആണ് ആൽഫബറ്റിക് വാല്യൂ ആണ് ഏറ്റവും ബെസ്റ്റ് വാല്യൂ. ഇത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ കൊടുത്ത് നോക്കാം, ഫസ്റ്റ് വാല്യൂ എടുത്തതാണോ നോക്കാം. ആണെങ്കിൽ 0.001 കൂടെ ഞാൻ കൊടുക്കുകയാണ്. 0.001 കൂടെ കൊടുത്തു. ഇനി ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം, ഇതിൽ ഏതാണ് എടുക്കുന്നത് നോക്കാം. ഓക്കെ, ഇപ്പോഴും 0.01 തന്നെയാണ്, അതായത് സെക്കൻഡ് ആൽഫ വാല്യൂ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ, ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് റിഡ്ജ് ആൻഡ് ലാസോ റിഗ്രഷൻ വിത്ത് ഡയബറ്റീസ് ഡാറ്റ സെറ്റ്. ആൻഡ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫൈൻ ട്യൂൺ ചെയ്യണം, ഹൈപ്പർ പാരാമീറ്റർ ഫൈൻ ട്യൂൺ ചെയ്ത് കണ്ടുപിടിക്കണം. നമ്മള് ആൽഫ കണ്ടു, രണ്ടിലും ആൽഫ നമുക്ക് കിട്ടി. ആൽഫ ഇതിനകത്ത് ആൽഫ ഇല്ല, കാരണം ഇത് ലീനിയർ റിഗ്രഷൻ ആയതുകൊണ്ട് നമ്മൾ പെനാൽറ്റി ആഡ് ചെയ്യുന്നില്ല. പെനാൽറ്റി ആഡ് ചെയ്യുന്നിടത്ത് മാത്രമേ ഉള്ളൂ ആൽഫ വരുന്നത്. ഇവിടെ നല്ല ആൽഫ ഇൻറ്റു റെഡ്ജിനകത്ത് വരുന്ന ആൽഫ ഇൻറ്റു ഈ 100 ഇൻറ്റു സം ഓഫ് ബീറ്റ സ്ക്വയർ. ബീറ്റ എന്നുള്ളത് നമ്മുടെ കോഎഫിഷ്യന്റ് ആണ്, റിഗ്രഷൻ കോഎഫിഷ്യന്റ് സ്ക്വയർ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ആൽഫ 0.01 ഇൻറ്റു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ തേർഡ് എക്സ്പെരിമെന്റ്. അപ്പൊ അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെന്റിനായി കാണാം. ടിൽ ദെൻ ബൈ.